ഒരു ദിവസം പ്രശ്നം വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു പറഞ്ഞു, ഈ വീടിനോട് ബന്ധപ്പെട്ട് ഒരു മനുഷ്യന്റെ അസ്ഥി കിടക്കുന്നത് കൊണ്ട് ഭയങ്കര ദോഷമുണ്ട്. ആ അസ്ഥിയുടെ ദോഷം മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ പറ്റൂ. വീടിന്റെ അസ്ഥിവാരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു മനുഷ്യന്റെ അസ്ഥി നീക്കാൻ പറ്റില്ലല്ലോ, കാരണം വീട് പൊളിക്കേണ്ടി വരും. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അജീഷ് ജോസഫാണ്. തൻ്റെ ജീവിതാനുഭവം കേൾവിക്കാരാകുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. തുടർന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന്, ബാല്യകാലം മുതലിഞ്ഞോട്ട് നല്ല ഓർമ്മകൾ പറയുന്നതിന് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അജീഷ് ജോസഫിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് ദാസനെ. കർത്താവിന്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെയൊരു അനുഭവ സാക്ഷ്യം അരോമ ടിവിയിലൂടെ കർത്താവിനെ പങ്കുവയ്ക്കുവാനും കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണം ആയിരിക്കുവാനും ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി ഈ ശുശ്രൂഷയിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയ പ്രേംകുമാർ വാനേംകുളം ദേവദാസനെ ഓർത്തും, അതിലൂടെ എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ ഗുജറാത്തിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഡാനിയൽ ജോൺ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിശ്ചയമായും ഈ പ്രവർത്തനങ്ങളെ ദൈവം അനേകരിലേക്ക് തന്നെ അവൻ കൃപകളെ പകരേണ്ടതിന് വഴിയൊരുക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തുടർന്നും എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ കർത്താവിനെ അറിയുവാനും കർത്താവിൻ്റെ വഴിയിലേക്ക് കടന്നു വരുവാനും ഉണ്ടായ അനുഭവങ്ങൾ. എൻ്റെ പേര് അജീഷ് ജോസഫ് എന്നാണ്. ഒറ്റപ്പാലത്തിനടുത്ത് തൃശ്ശൂർ ജില്ലയിലാണ് ഞങ്ങൾ. എങ്കിലും എളുപ്പം പറയാൻ ഒറ്റപ്പാലം എന്ന് പറയുന്നതുകൊണ്ടാണ് പറയുന്നത്. അതിനടുത്ത് നമ്മൾ ഭാരതപ്പുഴ കൺവെൻഷനൊക്കെ നടക്കുന്ന മായന്നൂരിന്റെ പ്രദേശത്താണ്, പറമ്പിൽപ്പടി എന്ന് പറയും. അവിടെ വാസം ചെയ്തുകൊണ്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. 2002 കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ വചനപ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സ്നാനപ്പെട്ടുകൊണ്ട് അവൻ നിത്യത കൈവശമാക്കുന്ന ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് ഇടയായി തീർന്നത്. അനേക കാരണങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിന്റെ അകത്ത് ഞാൻ ജനിച്ച കാലം മുതൽ എൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ കുടുംബക്കാരൊക്കെ ഈ വിശ്വാസ ജീവിതത്തിലാണ്. അപ്പൊ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാത്തവരല്ല. പക്ഷെ ഞങ്ങൾ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ അടിയുറച്ചുകൊണ്ട് നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തിയിട്ട് എൻ്റെ കാര്യങ്ങളിലേക്ക് പോരാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേര് പാസ്റ്റർ അജീഷ് ജോസഫ് എന്നാണ്. ഭാര്യ, 2 പെൺമക്കൾ, ഒരു മോൻ. അങ്ങനെ ഞങ്ങൾ 5 പേരടങ്ങുന്ന കുടുംബമാണ്. ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. CPM-ന്റെ ഒരു പ്രവർത്തകൻ, അതുപോലെ തന്നെ DYFയുടെ പഞ്ചായത്ത് കമ്മിറ്റി, ബ്ലോക്ക് കമ്മിറ്റി മെമ്പറും. ആ നിലവാരത്തിലും ഞാനൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. എനിക്ക് സ്വന്തമായിരിക്കുന്ന ഒരു സ്റ്റുഡിയോ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന മേഖല ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം വിട്ടിരിക്കുന്നു. ആ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമുക്കറിയാം, വിപ്ലവവും നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോൾ നമുക്ക് എന്തിനോടും എതിർക്കുക എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. എന്തിനേയും ലാഘവത്തോടെ കാണുക, അങ്ങനെ ആയിരുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഒരു നായർ പെൺകുട്ടീനെയാണ് ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നത്. സിന്ധു എന്നാണ് പേര്. ഇവിടെ തൊട്ടടുത്ത് 2 കിലോമീറ്റർ ഉള്ളിലാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് അത് ഞങ്ങൾ 2000 വിവാഹം കഴിഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നത്. മക്കൾ 2 പേരും ഒരു മൂത്ത മോൾക്ക് 20 വയസ്സും രണ്ടാമത്തെ മോൾക്ക് 18 വയസ്സും കഴിഞ്ഞിരിക്കുന്നു. 2 പേരും ജർമ്മനിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പഠനം കഴിഞ്ഞ് നിൽക്കുന്നു. ദൈവം അനുവദിച്ചാൽ ജൂൺ ജൂലൈയോടുകൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. മോൻ 7ാം ക്ലാസ്സിലേക്ക് ആയിരിക്കുന്നു. അങ്ങനെ 5 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ. പാറമേൽപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് വീട്ടിൽ വെച്ച് തന്നെയാണ് ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ചർച്ച് ഹാളിലേക്ക് ഞങ്ങൾ മാറിയിട്ടില്ല. അതിനുവേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ഏകദേശം ഈ ഏരിയ കൂടുതലും
അറിയാം, ഹിന്ദുക്കളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ മറ്റേ തരത്തിലുള്ള വിശ്വാസ ജീവിതത്തെ കുറിച്ച് അറിവില്ലാത്ത അനേകർ പാർക്കുന്ന ഇടമാണ് ഈ മേഖല എന്ന് പറയുന്നത്. ഞങ്ങൾ ഇവിടെ എത്തിപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് നാട് കോട്ടയമാണ്. പക്ഷെ എനിക്ക് 2 വയസ്സുള്ളപ്പോൾ ഈ നാട്ടിലേക്ക് വന്നതാണ്. എൻ്റെ പപ്പ സണ്ണി ജോർജ്, അമ്മ മോളി, രണ്ടുപേരും കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു വർഷങ്ങളായി. എൻ്റെ പപ്പ KSEB ബോർഡിൽ ലൈൻമാനായിട്ട് ജോലി കിട്ടിയിട്ട് കോട്ടയത്ത് നിന്നും ഈ നാട്ടിലേക്ക് വന്നതാണ്. ഇവിടെ വന്നതിന് ശേഷം പിന്നെ അദ്ദേഹം ഇവിടുന്ന് പോയിട്ടില്ല. ഈ നാടുമായി ഇഴകിച്ചേർന്ന് ഈ നാട്. എന്നാൽ നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഇവിടെ ഇഷ്ടമല്ല. പ്രദേശം നല്ലതാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒറ്റപ്പാലത്ത് നിന്നും ഞങ്ങളുടെ പ്രദേശത്തേക്ക് വരുമ്പോൾ ഒരു ഭാരതപ്പുഴയുണ്ട്. ഇന്ന് പാലമുണ്ട്, പക്ഷെ 10-13 വർഷമായുള്ള പാലം വന്നിട്ട് അതിനു മുമ്പ് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പുഴ കടന്നു വരാൻ നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ പേടിയാണ്. ഞങ്ങൾക്കും പേടിയാണ്. പക്ഷെ വിദ്യാഭ്യാസം ഓരോ കാര്യങ്ങൾ കൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഈ നാട്ടിൽ സ്ഥിരമാകേണ്ടി വന്നു. ഇതിനിടയിൽ ഒരു ചെറിയൊരു അനുഭവ സാക്ഷ്യത്തിന്റെ മറുഭാഗം പറയട്ടെ. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അപ്പൻ വിശ്വാസത്തിൽ വന്നതാണ്. പക്ഷെ ഞങ്ങൾക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് വന്നതാണ്. പക്ഷെ വിശ്വാസഗോളത്തിലെ ചില പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അവർ അതിന് പിന്തിരിഞ്ഞു മാറുകയും പിന്നെയും പള്ളിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ദേശത്ത് വന്നിട്ട് ഇവിടെ അനാചാരങ്ങൾ, ഇവിടെ എന്താ പറയുക, മായന്നൂർ എന്ന് പറയുമ്പോൾ മായ കൊണ്ട് മൂടി നിൽക്കുന്ന ഒരു ഊര് തന്നെയാണ് അവിടെ. ഇവിടെ ദുരാചാരങ്ങളുണ്ട്, ഇവിടെ ഊരുവിലക്കുകളുള്ള മേഖലകളാണ്. അതുപോലെയുള്ള ഒരു പ്രദേശത്താണ് വന്നു നിന്നത്. അപ്പൊ ഈ ദേശത്തേക്ക് വരികയും ഇവിടുത്തെ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും, അല്ലെ, ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ, നിന്നെ അയക്കുന്ന ദേശത്ത് ചെല്ലുമ്പോൾ നീ ആ ജാതികളോട് ഇടകലരുത്, അവരോടൊപ്പം ചേർന്ന് നിൽക്കരുത് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ വന്നപ്പോ ഈ ദേശവുമായി ഇടകലർന്ന്, ആ സംസ്കാരവുമായി ഇടകലർന്ന് അവിടുത്തെ ജനത്തോട് ചേർന്ന് നിന്ന് പോകുന്ന സമയമായപ്പോൾ അറിയാമല്ലോ, KSEB ബോർഡിലായതുകൊണ്ട്, ലൈൻമാൻ ആയതുകൊണ്ട് അവരുടെ ഏകദേശ സ്വഭാവം എൻ്റെ അപ്പൻ വെള്ളവടി തുടങ്ങി എന്നുള്ളതാണ്. നിശ്ചയമായിട്ടും കുടുംബം നോക്കും, ഇല്ലാന്നൊന്നും പറയുന്നില്ല, നല്ല മനുഷ്യനാണ്. പക്ഷെ വെള്ളവടി തുടങ്ങി. അദ്ദേഹം ഏറെക്കാലം, ഏകദേശം വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് വരെ അദ്ദേഹം നല്ല രീതിയിൽ വെള്ളമടി ഉണ്ടായിരുന്നു. അങ്ങനെ റിട്ടയർമെന്റ് സ്റ്റേജിലേക്ക് വന്ന സമയമായപ്പം എൻ്റെ അപ്പനൊരു വല്ലാത്ത വേദന ശരീരത്തിലുണ്ട്. പക്ഷെ ആ വേദന എന്താണെന്ന് നിങ്ങൾ ചികിത്സിച്ച് വന്ന സമയമായപ്പോൾ ഞങ്ങൾക്ക് അവസാന ഘട്ടം മറ്റു ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോകേണ്ട അനുഭവം വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് 1-2 കുടുംബം, ഞങ്ങളടക്കം 2 കുടുംബമാണ് ഈ ദേശത്ത് ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അതെ, ഏകദേശം 3-4 പേരുണ്ടാവും, അല്ലെങ്കിൽ 10ന്റെ താഴെയുള്ള ആൾക്കാരെ ഈ പ്രദേശത്ത് ക്രിസ്ത്യൻസ് എന്ന് പറയാനുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഈ ദുരിതങ്ങൾ, ഞങ്ങളുടെ അസുഖങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ കയറി വരുമ്പം നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അവർ ഓടി വന്നിട്ട് പറയും, നിങ്ങളുടെ കഷ്ടകാലമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രശ്നം വെച്ച് നോക്കണം, പരിഹാരങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. പപ്പ അതിൻ്റെ ഇടയിൽ ഇവിടെ സ്വന്തമായി ഒരു 10 സെന്റ് സ്ഥലം മേടിക്കുകയും വീട് വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീട്ടിൽ ഇരുന്നു കൊണ്ടാണ് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വീട് വെച്ചതിന് ശേഷം പിന്നെ സ്വസ്ഥത എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലത്തെ ഒരു പ്രശ്നങ്ങളാണ്, രോഗം, അങ്ങനെയുള്ള വിഷയങ്ങൾ, കടബാധ്യതകൾ. അപ്പൊ പപ്പ പെൻഷൻ പറ്റുന്ന സമയം കൂടെയായി. അപ്പൊ നമുക്കറിയാം, പെൻഷൻ പറ്റുന്ന സമയം നല്ലൊരു എമൗണ്ട് എന്ത് ചെയ്യും, നമുക്ക് ലഭിക്കപ്പെടും. അപ്പൊ അതും സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ബിസിനസ് ചെയ്യാം. ഞാനുണ്ട്, എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്, തിരുവല്ലയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പം അദ്ദേഹത്തിനും ജോലി ആയിട്ടില്ല, ഞാനും ഏകദേശം പഠനം കഴിഞ്ഞ് നിൽക്കുന്ന സമയം ജോലി ആയിട്ടില്ല. അപ്പൊ അപ്പന്റെ പെൻഷൻ കിട്ടുന്ന ഒരു എമൗണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ 2 ഓട്ടോറിക്ഷയൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ വീട് വെച്ചതിന്റെ ഭാഗമായിട്ട് ദോഷങ്ങളുണ്ട്, ആ ദോഷങ്ങൾ മാറ്റിയാലേ ഇനി നിങ്ങൾക്ക് സ്വസ്ഥതയുള്ളൂ. അപ്പൊ നമുക്ക് കത്തോലിക്ക സഭയോട് ബന്ധപ്പെട്ട് പോകുന്നുവെങ്കിൽ അറിയാലോ, ബൈബിൾ വചനവുമായിട്ട് ഒരു ബന്ധവും നമുക്കില്ല. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥനകളും കൊന്തയും ഒക്കെ ചൊല്ലി, ഞാൻ അവരെ ഒരിക്കലും ദോഷം പറയല്ല, എൻ്റെ അനുഭവം പറഞ്ഞു എന്നേ ഉള്ളൂ. അത് അവിടെ നമുക്ക് വചനമായിട്ട് എന്തല്ല, ഒരു ബന്ധവുമില്ല. കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എന്തിനു വേണ്ടി മരിച്ചു എന്ന് ചോദിച്ചാൽ, പാപികളുടെ അല്ലെങ്കിൽ എന്താ പാപമോചനത്തിന് വേണ്ടി മരിച്ചു എന്നൊരൊറ്റ വാക്കിൽ ഉത്തരം പറയാനല്ലാതെ അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം ആ കാലഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഈ കാലഘട്ടത്തിലും അത്രത്തോളം ആരെല്ലാം പഠിച്ചെടുക്കുന്നുണ്ടെന്ന് അറിയില്ല. അപ്പൊ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ അറിയാൻ അല്പം വൈകിപ്പോയി. അപ്പൊ ഞങ്ങള്
ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ വന്നു പണിക്കന്മാരെ വിളിച്ചുകൊണ്ടിരും പ്രശ്നം വെച്ച് നോക്കുന്നതിന് വേണ്ടി. ഒരു കത്തോലിക്കരാണല്ലോ, അതുകൊണ്ട് പകലൊന്നും വരാൻ പറ്റാത്തത് കൊണ്ട് രാത്രിയിൽ 8 മണിക്ക് ശേഷം അവർ വിളിച്ചു കൊണ്ടുവന്നു. കാരണം ഞങ്ങൾക്ക് ചുറ്റുപാടുമുള്ളത് ഞങ്ങൾ മറ്റേ വിശ്വാസ മേഖലയിൽ നിൽക്കുന്ന നല്ല സുഹൃത്തുക്കളാട്ടോ. അവരൊന്നും ദോഷമായിട്ടല്ല, നമുക്ക് വേണ്ടി നല്ലതാണ് പറയുന്നത്, അവരുടെ വിശ്വാസം അനുസരിച്ച്. അപ്പൊ അവർ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ ഒരു ദിവസം പ്രശ്നം വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പറഞ്ഞു, ഈ വീടിനോട് ബന്ധപ്പെട്ട് ഒരു മനുഷ്യന്റെ അസ്ഥി കിടക്കുന്നത് കൊണ്ട് ഭയങ്കര ദോഷമുണ്ട്. ആ അസ്ഥിയുടെ ദോഷം മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പം വീടിന്റെ അസ്ഥിവാരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു മനുഷ്യന്റെ അസ്ഥി നീക്കാൻ പറ്റില്ലല്ലോ, കാരണം വീട് വിളിക്കേണ്ടി വരും. അപ്പൊ അതൊരിക്കലും സാധ്യമല്ലാത്തത് കൊണ്ട് പരിഹാരം എന്താണെന്ന് ചോദിച്ചു. 1001 മന്ത്രം ചൊല്ലിക്കൊണ്ട് ഒരു രാത്രി മുഴുവനും നിങ്ങളുടെ വീടിന്റെ അകത്ത് എന്ത് ചെയ്യണം, ഒരു പൂജാകർമ്മം നടത്തണം. ഏകദേശം ഞങ്ങൾ വിശ്വാസത്തിൽ വരുന്നത് 2002 അതിനു മുമ്പ് 1998 99 കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഞങ്ങളതിന് വഴങ്ങി, മാർഗമില്ലാത്തത് കൊണ്ടാണ്. കാരണം അതിന് കൃത്യമായ ദൈവവചനത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടും ഞങ്ങൾ അതിന് വഴങ്ങിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, ഏകദേശം 25,000 രൂപ വേണം അന്ന് ആ പൂജ നടത്തുന്നതിന് വേണ്ടി. അപ്പൊ അത് ഒപ്പിച്ചു. ഒരു ദിവസം രാത്രിയിൽ ഞങ്ങളുടെ ഒരു റൂമിന്റെ അകത്ത് പൂജാരികൾ വന്നു. ഞങ്ങൾ പുറത്തിരിക്കാൻ മതി. അവരവിടെ 1001 മന്ത്രം ചൊല്ലിക്കൊണ്ട് അവര് ഓരോ പൂജകൾ ചെയ്തു. അവസാനം പഞ്ചമുഖം എന്ന് പറയും, അതായത് സ്വർണം കൊണ്ട് 5 മുഖങ്ങൾ, ആനയുടെയും പിന്നെ സിംഹം, പുലി, അങ്ങനെ 5 മുഖങ്ങൾ ഉണ്ടാക്കി ഒരു മരത്തിന്റെ പെട്ടി ഉണ്ടാക്കി അത് ഇട്ടിട്ട് നമ്മൾ കയറി വരുന്ന മെയിൻ വാതിലിന്റെ അടിയിൽ അത് കുഴിച്ചിട്ടാൽ ഐശ്വര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഐശ്വര്യം കളയണ്ടല്ലോ വിചാരിച്ച് അതിനും പൈസ മുടക്കിക്കൊണ്ട് ആ ക്രിയയും ചെയ്തു. ഇന്നും എൻ്റെ വീടിന്റെ മുന്നിൽ വന്നു. ഞങ്ങളത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാം അതിന്റെ കാര്യങ്ങൾ. ഇന്നും അത് അവിടെ എന്ത് ചെയ്തു, ആ ഒരു നല്ല നിലം പൊട്ടിച്ച് ഇത് അവിടെ കുഴിച്ചിട്ടു. പിന്നെ അവർ കുപ്പിയിൽ എന്തൊക്കെയോ നമുക്ക് തന്നു നമ്മുടെ നന്മയ്ക്ക് വേണ്ടി. അത് ഞങ്ങൾ ഇറങ്ങി വരുന്ന വഴികളിലൊക്കെ കുഴിച്ചിട്ടിട്ട് ആ പൂജ അന്ന് രാത്രി വെളുപ്പിനെ 3 മണി 4 മണിയോടുകൂടെ അവസാനിപ്പിച്ച് അവർ മടങ്ങിപ്പോയി. പക്ഷേ ഞാൻ പറഞ്ഞു, പപ്പായ്ക്ക് ശരീരത്തിലൊരു വേദന ഉണ്ടായിരുന്നു. ആ വേദന ഇങ്ങനെ പല ഹോസ്പിറ്റലുകളായിട്ട് ഞങ്ങൾ ചികിത്സയിലായിരുന്നു. പപ്പായുടെ റിട്ടയർമെന്റ് സ്റ്റേജിലേക്ക് എത്തുന്നു, അവസാന സമയങ്ങളെത്തി. പക്ഷെ ഈ പൂജയെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകുകയല്ല, സമാധാനം ഉണ്ടാകുകയില്ല. പിന്നെയും ഞങ്ങൾ വലിയ പ്രശ്നത്തിലേക്ക് പോയി. പപ്പായെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. അപ്പോഴാണ് അറിയുന്നത്, കോട്ടയം മെഡിക്കൽ കോളേജിൽ അപ്പു തോമസ് എന്ന് പറയുന്ന ഡോക്ടറാണ് അന്ന് പപ്പായെ നോക്കിയത്. ഏകദേശം ശരീരത്തിന്റെ നമ്മുടെ ഈ അരക്കെട്ടിന് താഴെ മുതൽ ഈ മുകളിലോട്ടുള്ള മേഖലകളിൽ 85% ബോൺ ക്യാൻസറിനാൽ പിടിക്കപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് പുള്ളിക്ക് ഭയങ്കര വേദനയാണ്. അത് കണ്ടെത്താൻ അവസാന സ്റ്റേജിലാണ് കണ്ടത്. അപ്പൊ അതുകൊണ്ട് പിന്നെ അവിടെ അഡ്മിറ്റ് ആക്കേണ്ടി വന്നു. അവിടെ കിടന്നു, അവിടെ ചികിത്സ ആരംഭിച്ചു. എന്ന് പറയേണ്ട ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, മോർഫിൻ എന്ന് പറയുന്ന മയക്കുമരുന്ന് ഗുളികയുണ്ട്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കിട്ടും. ആ ഗുളികയുടെ 4ൽ 1 ഭാഗം കൊടുത്തുകൊണ്ട് ആരംഭിച്ചിട്ട് പക്ഷെ അവസാനം 2 ഗുളിക കഴിച്ചാൽ പോലും, ആ മയക്കുമരുന്ന് 2 ഗുളിക കഴിച്ചാൽ പോലും ഉറങ്ങാൻ പറ്റാത്ത നിലവാരത്തിലുള്ള വേദന തന്റെ ശരീരത്തെ കാർന്നു തിന്നുകയും താൻ മരണത്തിന് അടിമപ്പെട്ടു പോകുന്ന ഡോക്ടർ കൈവിട്ടു. ഡോക്ടർ പറഞ്ഞു, കൊണ്ടുപോയിക്കോളൂ. ഇനി സണ്ണി ജോർജ് എന്ന് പറയും, നിങ്ങൾക്ക് ഈ ദേശത്ത് വന്നാൽ അറിയാം. സണ്ണി ജോർജ് എന്ന് പറയും ആ വ്യക്തിക്ക് ഇനി എന്ത് ചെയ്യില്ല, ഏറിയാൽ 10 ദിവസം, അല്ലെങ്കിൽ ദൈവം അനുവദിച്ചാൽ അല്പം കൂടെ കിട്ടുമായിരിക്കാം. അത് കഴിഞ്ഞാൽ എന്തായാലും നിശ്ചയമായിട്ടും മരണം ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എന്ത് ആഗ്രഹം വേണമെങ്കിലും ചെയ്തു കൊടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ മടക്കി വിട്ടു. എന്നാൽ ഞങ്ങൾ അതിനു മുമ്പ് 10-25,000 രൂപ മുടക്കി ചില മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീടിനകത്ത് ചെയ്യാൻ കഴിയുന്ന, അത് ദോഷമോ നന്മയോ എന്നറിയില്ല, പക്ഷെ മനുഷ്യൻ എപ്പോഴും എന്താണ് ആഗ്രഹിക്കുന്നത്, സമാധാനം ആഗ്രഹിക്കുന്നു. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ നിശ്ചയമായിട്ട് നമുക്കത് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, എന്തും ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ഞങ്ങൾ ചെയ്തിരിക്കുന്ന സമയമാണ്. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയത് ഏറ്റവും ദോഷമായിട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ തിരിച്ച് പപ്പായോട് കൊണ്ടുവന്നു. ഡോക്ടർ പറഞ്ഞു, പപ്പായോടും പറഞ്ഞു, സണ്ണി ജോർജ് ഇങ്ങനെയാണ് സിറ്റുവേഷൻ, അപ്പൊ മരിക്കുമെന്ന് തന്നെയാണ് ഡോക്ടർ പപ്പായോട് പറഞ്ഞു. അപ്പൊ മരിക്കുകയാണെങ്കിൽ ഞാനൊരു വീട് വെച്ചിട്ടുണ്ട്, അപ്പം അതുകൊണ്ട് എൻ്റെ വീട്ടിൽ കിടന്ന് എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞു. കോട്ടയം നിന്നും ഒറ്റപ്പാലത്തേക്ക് ട്രെയിൻ കയറി വരുമ്പോൾ കടത്തിയാണ് കൊണ്ടുവരുന്നത്. അന്ന് ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ആരും എവിടെയും ലോങ് യാത്രകൾ പോയില്ല. കാരണം സണ്ണി ജോർജിന് ഡേറ്റ് ഇട്ടിട്ടാണ് ഡോക്ടർ പറഞ്ഞു വിട്ടിരിക്കുന്നത്.
10 ദിവസം, അതിനപ്പുറത്തേക്ക് പോകില്ല എന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 10 ദിവസവും ആരും എവിടെയും പോകാതെ ഒരു വീട്ടിലും ഒരു ബർത്ത്ഡേ പോലും ആഘോഷിക്കാതെ, കാരണം ഒരാൾ പപ്പ അത്ര വേണ്ടപ്പെട്ട ഒരാൾ എല്ലാവർക്കും, അതുകൂടെ ഉണ്ട്. വെള്ളം ഒടിക്കുമെങ്കിൽ പോലും എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു മനുഷ്യനും കൂടിയായിരുന്നു. അങ്ങനെ പപ്പയെ കൊണ്ടുവരുന്ന വഴിക്ക് എവിടെയൊക്കെ ബന്ധുക്കളുണ്ടോ, ഏതെല്ലാം റെയിൽവേ സ്റ്റേഷന് അടുത്ത് ബന്ധുക്കളുണ്ടോ, അവരൊക്കെ അവിടെ വന്നും കാണുകയും സുഹൃത്തുക്കൾ അങ്ങനെ ട്രെയിനിൽ കാണുകയും പിന്നീട് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞിരുന്നു 5 ദിവസമേ ഉള്ളൂ മാക്സിമം, അത്രേ ഉള്ളൂ, മാക്സിമം പോയാൽ 10 എന്ന് പറഞ്ഞിരുന്നു. 10 എന്ന് പറഞ്ഞാൽ രഹസ്യമായി ഞങ്ങൾ പറഞ്ഞു 5 ദിവസം അതിന്റെ അപ്പുറത്തേക്കൊന്നും പോകാനില്ല. കാരണം വെള്ളം കുടിക്കില്ല, ഭക്ഷണം കഴിക്കത്തില്ല, മോർഫിൻ എന്ന് പറഞ്ഞാൽ 2 ഗുളിക കഴിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. ഇന്ന് ഞങ്ങൾ വീട്ടിലാണ് പ്രാർത്ഥന നടത്തുന്നത്. ആ പ്രാർത്ഥന നടത്തുന്ന ഹാളിന്റെ ഒരറ്റത്ത് ഒരു കട്ടിലിട്ട് പപ്പായെ അവിടെ കിടത്തി. ഏകദേശം 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. എന്ത് ചെയ്യാനാ? മരണം കയറി നിൽക്കുന്ന ഒരു വീട്ടിൽ, അല്ലെങ്കിൽ ഇരുട്ട് കയറി നിൽക്കുന്ന ഒരു വീടിന്റെ അകത്ത് എന്ത് സന്തോഷമുണ്ടെന്ന് പറയുന്നത്. ഒരു റൂമിൽ എൻ്റെ ചേട്ടനും വൈഫും ഉണ്ട്, മറുഭാഗത്ത് അമ്മയുണ്ട്, ഞാനുണ്ട്. അപ്പൊ ആ സമയത്താണ് ഒരു വിപ്ലവകരമായിരിക്കുന്ന എൻ്റെ വിവാഹവും നടന്നത്. ഞാനൊരു നായർ പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുവരാനിടയിൽ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ അതിനിടയിൽ കൂടെ നടക്കുന്നുണ്ട്. എന്തായാലും വീട്ടുകാർ കുറച്ചു നാൾ മാറി താമസിക്കേണ്ടി വന്നെങ്കിലും വീട്ടുകാരുടെ സമ്മതത്തോടെ ഞങ്ങളും ഇവിടെ കയറി നിൽപ്പുണ്ട്. പക്ഷെ ഒരു സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇല്ല എന്നുള്ളത് വാസ്തവം. ഒരാൾ വീട്ടിനകത്ത് മരിക്കാൻ കിടക്കുമ്പോൾ എന്ത് സന്തോഷമാണ്. വെച്ച കഞ്ഞി അല്ലെ, അത് കുടിക്കാൻ പോലും കഴിയാത്ത ഒരു അനുഭവത്തിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ മൂത്ത അങ്കിൾ, അതിന് പേര് സണ്ണി എന്ന് പറയും, സണ്ണി ജെയിംസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരും. അദ്ദേഹം ഈ കരിമ്പ ദേശത്തും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിനൊക്കെ അറിയാം, ഇവിടെ ഞങ്ങളുടെ അടുത്ത് സുവിശേഷം പറയാൻ വന്നാൽ ഞങ്ങള് സുവിശേഷം പറയാൻ അനുവദിക്കാറില്ല. നിങ്ങൾ വന്നോളൂ, എന്താ വെച്ചാൽ ഭക്ഷണം കഴിച്ചോളൂ, സ്നേഹത്തോടെ പിരിയാം, പക്ഷെ ഞങ്ങളെ പഠിപ്പിക്കരുത് എന്ന് പപ്പ നിശ്ചയമായിട്ടും പറഞ്ഞിട്ടുണ്ട്. കാരണം പപ്പ മുമ്പേ ഞാൻ പറഞ്ഞു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപാടിന്റെ ജീവിതത്തിലേക്ക് വന്ന മനുഷ്യൻ മടങ്ങിപ്പോയതുകൊണ്ട് പിന്നെ ആ വിശ്വാസത്തെ കുറിച്ച് കേൾക്കുന്നതോ അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിനോട് താല്പര്യമില്ലാത്ത മനുഷ്യനായതുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഇനി ആരും എന്ത് ചെയ്യരുത്, ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല. അപ്പം എല്ലാവർക്കും, എൻ്റെ ആന്റിമാരൊക്കെ വരുമായിരുന്നു, അവരൊക്കെയും വന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ കൂടി ഭക്ഷിച്ച് പോകുന്നു എന്നല്ലാതെ സുവിശേഷം എന്ന് പറയുന്ന ആ വിശേഷമേറിയ സന്തോഷ വാർത്ത അറിയിക്കാൻ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പപ്പ രോഗിയായി കിടക്കുന്നു. 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ ഞങ്ങൾക്ക് വന്നു. അന്ന് ലാൻഡ് ഫോൺ ഉണ്ട്. ഫോൺ കോൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ 2-3 പേര് അങ്ങോട്ട് വരട്ടെ, പ്രാർത്ഥിക്കാനാ. എന്താ അങ്ങനെ വിളിച്ചു ചോദിക്കുന്നതെന്ന് വെച്ചാൽ, വിളിച്ചു ചോദിക്കാതെ വന്നാൽ ഇവിടെ പ്രശ്നമാണെന്ന് അവർക്കറിയാം. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് അറിയാലോ, പപ്പ കിടക്കുന്നു, ഏകദേശം മരണം മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ ഞങ്ങൾ 5 പേരോ 6 പേരോ ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് സമാധാനമില്ല. ആരും ആരോടും സംസാരിക്കാൻ കഴിയാത്ത ഒരു അങ്ങനെയൊന്നും പറയാൻ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒന്നും ഇല്ലാത്തൊരു അനുഭവത്തിൽ ആരെങ്കിലും കയറി വരുന്നത് ഞങ്ങൾക്കൊരു സന്തോഷമായിരുന്നു. കാരണം അവരുമായിട്ട് അല്പസമയമെങ്കിലും അവർ ഞങ്ങളോടൊപ്പം ചെലവഴിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പൊ ഞങ്ങൾ അവരോട് വരാൻ പറഞ്ഞു. അങ്ങനെ ന്യൂ ഇന്ത്യ ചർച്ചിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന തുപ്പനാട് സഭയിൽ അന്ന് സജി തോമസ് എന്ന് പറയുന്ന ദേവദാസനാണ്. അദ്ദേഹം ഇവിടെ ഏകദേശം 45 കിലോമീറ്റർ അപ്പുറമാണ് കേട്ടോ ഇവരൊക്കെ താമസിക്കുന്നത്. അവരൊക്കെ ഒരു വൈകുന്നേരം അവിടുത്തെ സഭാവിശ്വാസികളും ദേവദാസനും എൻ്റെ അങ്കിളും ഒക്കെ കൂടി 4-5 പേര് 2-3 ബൈക്കിലായിട്ട് ഒരു 4-5 പേര് അവര് വൈകുന്നേരം ഒരു 5 മണിയോടുകൂടെ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നു. അവർ കയറിയിരുന്നു, ഞങ്ങളും ചുറ്റുപാടും ഇരുന്നു. ഞാനൊക്കെ അന്ന് വിപ്ലവത്തിൽ നിൽക്കുന്ന സമയം കൂടെയാണ് കേട്ടോ. അതുകൊണ്ട് ഇതൊന്നും അത്ര കേൾക്കാൻ അത്ര സന്തോഷകരമായ വാർത്തകളും അല്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ വരാൻ പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞല്ലോ, അവർ വന്നാൽ അല്പസമയം സംസാരിച്ചിരിക്കാം, ഞങ്ങളുടെ ഏകാന്തതയൊന്നും മാറുമല്ലോ എന്ന ചിന്തയിലാണ് അവരോട് വരാൻ പറഞ്ഞത്. എന്തായാലും അവർ വന്നു. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായത് സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ. സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ. നിശ്ചയമായും യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആദ്യത്തെ സുവിശേഷം നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്ന് പറഞ്ഞെങ്കിലും ആദ്യം എഴുതിയ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷമാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ അകത്ത് തന്നെ പള്ളിയിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭൂതബാധിതനായിരിക്കുന്ന ഒരു വ്യക്തിയെ ശബത്തിൽ സൗഖ്യമാക്കിക്കൊണ്ട യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങുന്നതായിട്ട് മർക്കോസ് വെളിപ്പെടുത്തി. ഏത് സഭയിലായാലും ഏത് മൂടി നിൽക്കുന്ന ആ ഇരുട്ടിന്റെ ആ ശക്തിയെ അവരിൽ നിന്നും
ഒഴിപ്പിക്കുക. അല്ലെ, നമുക്ക് ഈ ഭൂമിയിൽ നിന്നും സാത്താൻ ഒഴിപ്പിക്കാൻ കഴിയില്ലല്ലോ. യൂദയുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന് സമയം ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ അകത്ത് അവരുടെ സമാധാനം കെടുത്തി കളയുന്ന, അവരുടെ നന്മയില്ലാതാക്കുന്ന, അവരുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന എല്ലാ രോഗങ്ങൾക്കും സാത്താനാണെന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിലും ഒട്ടുമിക്ക ങ്ങളുടെയും കാരണമൊക്കെ ഇത് തന്നെയാണ്, പാപമാണ് അതിന്റെ പുറകിൽ അന്ധകാരത്തിന്റെ ദുരാത്മ ശക്തികളാണെന്നും നമുക്ക് ബൈബിളിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട് കർത്താവ്. അപ്പൊ ആ നിലവാരത്തിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിലേക്കും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തു വെച്ച കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ കുറെ പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിന്റെ ഒരു വിഷയം കൂടെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർ കയറി വന്നു പ്രാർത്ഥിച്ചു. ഞങ്ങളോട് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ കാണാം, ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട്, നിങ്ങൾ ഒരു നാളും നശിച്ചു പോകാതിരിക്കേണ്ടതിന്, അങ്ങനെയുള്ള വാക്കിയെടുക്കില്ല, ഒരു നാളും നശിച്ചു പോകാതിരിക്കേണ്ടതിന് തന്റെ പുത്രനെ നമുക്ക് നൽകി തന്നു എന്നാണ്. അപ്പം നമ്മളെ അറപ്പാനും മുടിപ്പാനും നശിപ്പിപ്പാനും അത്രേ സാത്താൻ വരുന്നതെന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 10-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സാത്താൻ വരുന്നത് എന്തിനാ? വാസ്തവത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പന്റെ റിട്ടയർമെന്റ് സ്റ്റേജ്, ആ സമയത്ത് കിട്ടുന്ന ലക്ഷങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഞങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി. പക്ഷെ ചുരുക്കം പറയട്ടെ, വെച്ച വീട് ലോൺ എടുത്തിട്ട് ആ ലോൺ പോലും തീർക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ നിലവാരത്തിൽ ലഭിക്കപ്പെട്ട എല്ലാ തുകകളും എങ്ങനെയെല്ലാം ചെലവായെന്ന് ചോദിച്ചാൽ 5 പൈസ ബാക്കിയില്ലാത്ത ചികിത്സയ്ക്കും ഇങ്ങനെയൊക്കെ ആയിട്ട് ഒന്നും ബാക്കിയില്ലാത്ത നിലയിൽ അത് അവസാനിച്ചു. വെച്ചിരിക്കുന്ന വീട് പപ്പായുടെ മരണത്തിന് ശേഷമാണ് അതിന്റെ ലോൺ ഞങ്ങൾക്ക് അടച്ചു തീർക്കാൻ സർവശക്തനായ ദൈവം അവസരം ഒരുക്കിയത്. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മൾ ആഗ്രഹിക്കുന്ന തലങ്ങളെ എല്ലാം തകർത്ത് കളയുന്ന ഒരു മേഖലയാണ് സാത്താന്റെ പ്രവർത്തന മേഖലകൾ. എന്നാൽ 20-ാം സങ്കീർത്തനത്തിന് പറയുന്നു, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് നൽകി തരും. കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, കർത്താവിന്റെ വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ കൈവിടാതെ നമ്മെ സംരക്ഷിച്ചും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൈവത്തെയാ ഇന്ന് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്. ആ ഒരു ദൈവത്തെ ഞങ്ങൾ സ്വീകരിക്കാനിടയായി. എന്തുകൊണ്ട് സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ, കാൽവരി ക്രൂശിൽ മരിച്ചത് അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അപ്പൊ എന്റെ പപ്പ അവിടെ കിടക്കുകയാണ്, പപ്പയുടെ ടൈം എണ്ണിക്കൊണ്ടിരിക്കുക. കോട്ടയത്ത് നിന്ന് വന്നിട്ട് 2 ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസം 5 ദിവസം. 5 ദിവസം എന്ന് പറയുമ്പോൾ അറിയാലോ, ഇപ്പൊ വേണേലും അതേ നിലയിൽ അസ്ഥികൂടം പോലെ ശരീരത്തെ പിടിച്ചിങ്ങനെ ഉയർത്താൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇവിടേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈ കൈയൊക്കെ അങ്ങനെ ദ്രവിച്ചിരിക്കുന്നുണ്ട്, ഊരിപ്പോരുന്ന ഒരു അനുഭവം ഉണ്ട്. കാരണം ബോൺ ക്യാൻസർ ആണ്, എല്ല് ദ്രവിച്ചുകൊണ്ട് ഇരിക്കുന്നു. 85% ശരീരത്തിലായി. സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അതിപ്പോ കളഞ്ഞിരിക്കുന്നു. കാരണം പപ്പ മരിച്ചിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പപ്പ അതിനുശേഷം 6 വർഷത്തോളം ജീവിച്ചു എന്നുള്ളതാണ്. 5 ദിവസം മാത്രം അല്ലെങ്കിൽ 10 ദിവസം മാത്രമേ ജീവിക്കൂ എന്ന് പറഞ്ഞ് സയൻസ് വിധി എഴുതിയിട്ട് മടക്കി വിട്ട മനുഷ്യൻ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോ ആ ജീവൻ, ആ മരണത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന, രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങിയപ്പോ എഗസ്കേലിന്റെ താഴ്വരയിൽ ഉയർന്നതുപോലെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിന്ന് ആ കർത്താവിനെ സ്വീകരിക്കാനാണ് ഇടയായത്. സ്വതന്ത്രം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ചെയ്തൊരു അത്ഭുതമാണ്. കാരണം അന്ന് രാത്രി അവർ വൈകുന്നേരങ്ങളിൽ വന്നു, അവർ പ്രാർത്ഥിച്ചിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിക്കാമെങ്കിൽ, കർത്താവായി നിങ്ങൾ സ്വീകരിക്കാമെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിനെ അംഗീകരിക്കാമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി തരാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. ഞങ്ങളെല്ലാവരും മുഖത്തോട് മുഖം നോക്കി, ഞാൻ പറഞ്ഞു, ആ കാലഘട്ടത്തിൽ വിപ്ലവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ആ ദൈവവചനം അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഏകദേശം കരഞ്ഞു എന്നുള്ളതാണ്. എവിടെ നിന്നാണ് ഈ കണ്ണുനീര് വന്നതെന്ന് അറിയില്ല, എനിക്ക് മനസ്സിലാകുന്നു, എനിക്ക് ഇന്നത് മനസ്സിലാകുന്നു, പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളെ ചുറ്റി വരുന്ന എൻ്റെ അമ്മ നന്നായി സ്വർണം ഉപയോഗിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവര്. അപ്പൊ അതുപോലെ എഴുത്തമ്മ ഉണ്ടായിരുന്നു, ഏട്ടനുണ്ടായിരുന്നു, ഞങ്ങളൊക്കെ, ഞാൻ വൈഫുണ്ട് കൂടെ, അവളും ഹിന്ദു ബാക്ക്ഗ്രൗണ്ട്, അവൾക്ക് ഇതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയയും ഇല്ലാത്തതാ. അപ്പൊ അവരൊക്കെ, പക്ഷെ ഞങ്ങളൊക്കെ ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ഞങ്ങളോട് ദേവദാസൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഞങ്ങളൊക്കെ ഏകദേശം കരയുന്ന, കണ്ണുനീര് വന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷെ അന്ന് രാത്രി
അവർ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ ഞങ്ങൾ എല്ലാവരും രക്ഷിതാവായി സ്വീകരിച്ചു. അങ്ങനെ ഒരു അത്ഭുതം നടക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നടക്കട്ടെ. കാരണം നമുക്കറിയാലോ, മരുന്നിന് കഴിയുന്നില്ല, ഡോക്ടർമാർ കൈവിട്ടതാണ്, ഇനി ഒന്നും ചെയ്യാനില്ല. മോർഫിൻ എന്ന് പറയുന്ന ഒരു മരുന്ന്, ഗുളിക 2 കൊടുക്കുന്നത്. ഒരു മനുഷ്യന്, ആരോഗ്യമില്ലാത്ത ഒരു മനുഷ്യൻ അത് 2 കഴിച്ചാൽ അവന്റെ സ്ഥിതി എന്താവും അറിയാലോ. എന്നിട്ട് പോലും രാത്രി ഒന്നും ഉറങ്ങാൻ കഴിയാത്ത ഒരു അനുഭവം എൻ്റെ പപ്പായ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥന കഴിഞ്ഞ് അവരോട് മടങ്ങിപ്പോയി. ദൈവത്തിന്റെ കൃപ പറയട്ടെ, അന്ന് രാത്രി മോർഫിൻ ഗുളികയില്ലാതെ എൻ്റെ പപ്പ ഉറങ്ങി എന്നുള്ളതാണ്. ആമേൻ അല്ലേ? കർത്താവിനെ സ്വീകരിച്ചപ്പോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് അവന് ദൈവം സുഖകരമായ ഉറക്കം കൊടുത്തു, സമാധാനം പകർന്നു എന്നുള്ളതാണ്. ഞങ്ങൾ തന്നെ ആശ്ചര്യപ്പെട്ടു പോയി. കാരണം ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും പപ്പ ഏകദേശം ഉറക്കത്തിലേക്ക് വീണിരിക്കുന്നു. മറ്റേ മോർഫിൻ ഗുളിക കൊടുക്കണം, അത് വേണ്ട. ദൈവത്തിന്റെ വചനം അത് ഉള്ളിലേക്ക് ചെന്നപ്പോ, ആ വചനത്തെ വാഗുണ്ടേറ്റ് പറഞ്ഞ് നീതിക്കായി ഹൃദയത്തിൽ വിശ്വസിച്ചപ്പോ, അത്ഭുതവാനായിരിക്കുന്ന ദൈവം ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് മൂടിയിരിക്കുന്ന ഇരുളിന്റെ പ്രവർത്തനങ്ങളെ നീക്കിക്കളഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ കർത്താവിനെ അറിയുവാനിടയായി തീർന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ബൈബിൾ ഉപയോഗിക്കുന്നവരും ബൈബിളിനെ കുറിച്ച് അറിയുന്നവരും ഞങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസം ജീവിതം നയിക്കുന്ന അനേകരുണ്ട്. എൻ്റെ അമ്മയുടെ വീട് പാക്കിലാണ്, കോട്ടയം പാക്കിലാണ്. അന്ന് അവിടെ ചിങ്ങവനത്തുള്ള ന്യൂ ഇന്ത്യ ചർച്ചിനോട് ബന്ധപ്പെട്ടുള്ള തമ്പിശായനൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു കുടുംബമായിരുന്നു. എങ്കിൽ പോലും ഞങ്ങളത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അതിന്റെ കാരണം പറഞ്ഞല്ലോ, പപ്പായുടെ ഒരു അനുഭവമാണ്. അതിന് ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. വിശ്വാസത്തിൽ വന്നതിന് ശേഷം ആ വിശ്വാസത്തെ കൈവിട്ടു പോയി ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പപ്പ സണ്ണി ജോർജ് എന്ന് പറയുന്നത്. എന്നാൽ കർത്താവ് ആ വ്യക്തിയെ കൈവിട്ടില്ല. കർത്താവ് ആ വ്യക്തിയെ തന്നോട് ചേർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ചിലപ്പം രോഗമായിരിക്കാം, ചില പ്രതിസന്ധികളായിരിക്കാം, പല നിലയിലും കർത്താവ് നമ്മൾ വിളിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ആ സ്നേഹം ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ താല്പര്യങ്ങൾക്ക് നമ്മൾ ദൈവവചനം വിട്ടുകൊണ്ട്, കർത്താവിനെ വിട്ടുകൊണ്ട്, യോന ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഓടി എന്ന് പറയുന്നു. യോന ഓടിയത് മറ്റെവിടൊന്നുമല്ല, വചനം വായിക്കുമ്പോൾ കാണാം, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാണ്. ആ മാറിപ്പോയ മനുഷ്യന്റെ ജീവിതം നമുക്കറിയാലോ, ഏറ്റവും ദുരിതമായിരിക്കുന്നത് പോലെ എൻ്റെ പപ്പായും ദൈവസന്നിധിയിൽ നിന്നും ഓടി മറിഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷെ പിന്നെ ആ ദൈവത്തിന്റെ ചുരകന്റെ മറവിലേക്ക് എപ്പോ മടങ്ങി വന്നോ, അന്നാണ് തൻ്റെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസവും സമാധാനവും തനിക്കുണ്ടായത്. അവർ വന്ന് പ്രാർത്ഥിച്ചു, മടങ്ങിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ, അതിനുശേഷം പപ്പായുടെ ജീവിതം പതുക്കെ മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ഇടയിൽ ഒരു ചർച്ച വന്നു. കാരണം ഡോക്ടർമാർ പറഞ്ഞ ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുന്നു, 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം എന്ന് പറയുന്നത്. അവിടെ 4 ദിവസം കഴിഞ്ഞു, ഇനി 5-ാമത്തെ ദിവസമാണ്. അപ്പോഴാണ് നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തും എന്ന് പറയുന്നത് പോലെ ആണോ എന്നൊരു ഭയവും ഞങ്ങളുടെ അകത്ത് കയറാതിരുന്നില്ല. എങ്കിലും പ്രാർത്ഥനയിലും നിരന്തരം ദേവദാസന്മാരോടുള്ള പിന്നെ ഞങ്ങൾ കഴിയുന്നത് പോലെ കോണ്ടാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. 5 ദിവസവും കഴിഞ്ഞു, 10 ദിവസവും കഴിഞ്ഞു. ആ ഭവനത്തിൽ കയറിയപ്പോ മരണത്തിന് പിന്നെ ആ വീട്ടിന്റെ അകത്ത് കയറാൻ കഴിഞ്ഞില്ല. സ്വത്രം. കർത്താവ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ ആ കർത്താവിനെ സ്വീകരിച്ചപ്പോ, ഐറോസിന്റെ ഭവനത്തിലേക്ക് യേശു കർത്താവ് കടന്നു വന്നപ്പോ സകലതിനെയും പുറത്താക്കിക്കൊണ്ട് മരണത്തിന് അടിമപ്പെട്ടു പോയിരിക്കുന്ന ബാലയെ എഴുന്നേൽപ്പിച്ചതുപോലെ എൻ്റെ പപ്പായെയും കർത്താവ് പൂർണ്ണ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ആ നിമിഷം മുതൽ ഞാനും വിചാരിച്ചു, ഒരു പ്രാർത്ഥന കൊണ്ട് ഇത്രമാത്രം അത്ഭുതം നടക്കൂ. കാരണം നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ഡെവലപ്പ് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മരുന്നിന് കഴിയാത്ത, ചികിത്സയ്ക്ക് കഴിയാത്ത ഒരു കാര്യം ഒരു മനുഷ്യൻ കയറി വന്ന് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു പോയപ്പോൾ, അതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രാർത്ഥന നടത്തിയപ്പോൾ, ആ പ്രാർത്ഥനയ്ക്ക് ഇത്രമാത്രം ഒരു കുടുംബത്തെ മാറ്റാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാധീനിക്കാൻ കഴിയുമോ? നിശ്ചയമായിട്ടും അത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ കൺമുമ്പിൽ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുക. മറ്റാരുടെയും വീട്ടിലെ അനുഭവം ഒന്നുമല്ല. എൻ്റെ വീട്ടിൻ്റെ അകത്ത് ഇറങ്ങി വന്ന ദൈവത്തിന്റെ സമാധാനവും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളും ഞങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു. പക്ഷെ അപ്പോഴും എൻ്റെ ചേട്ടൻ പറഞ്ഞു, ഓടാ മോനെ, ഇത് എന്താന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. പുള്ളിക്ക് അത്രയ്ക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. അപ്പൊ പുള്ളി പറഞ്ഞു, നമുക്കൊരു പണി ചെയ്യാം, ഒരിക്കൽ കൂടെ കോട്ടയത്തേക്ക് കൊണ്ടുപോകാം. അവിടെ കൊണ്ടുപോയിട്ട് ഒന്നും കൂടെ എന്ത് ചെയ്യാം, നമുക്ക് എല്ലാ
ചെക്കപ്പ് ഒന്ന് ചെയ്യാന്ന് പറഞ്ഞു. കാരണം ഡോക്ടർ പറഞ്ഞ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നല്ലോ, 5 ദിവസം കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞു, ചുരുക്കം പറഞ്ഞ 2 മാസത്തിലൊക്കെ എത്തിയിരിക്കുന്നു. അപ്പം ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി, ഞങ്ങളുടെ വീട്ടിൽ വേണ്ടത് ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു തുടങ്ങി. അപ്പോഴും പണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നതൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ, അതൊന്നും മാറിയിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ അത് ഞങ്ങൾക്ക് ആരോടും പുറത്ത് പറയാനും പറ്റത്തില്ല. കാരണം വെച്ചാൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, അപ്പൊ അതുകൂടാതെ കത്തോലിക്ക സഭയോട് ചേർന്ന് നിൽക്കുന്ന ഞങ്ങൾ അങ്ങനെ പ്രൗഢിയോട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. എത്രയൊക്കെ ഉണ്ടെങ്കിൽ പോലും ജീവിതത്തിന് മാറ്റം കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു, വിഷമതകളുണ്ട്. പക്ഷെ അപ്പൊ നമുക്ക് ആരോടും ഇതെന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പണ്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്നും അപ്പൊ ഞങ്ങൾ മിണ്ടിയില്ല, അതവിടെ ഇരിക്കട്ടെ, അത് കുഴപ്പമില്ലല്ലോ, ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുന്നു. അപ്പൊ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വീണ്ടും എന്റെ പപ്പായെ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ, അപ്പൊ തോമസ് എന്ന് പറയും, അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു. അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇത് കാരണം അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വ്യക്തി എന്ത് ചെയ്തിരിക്കുന്നു, മരിച്ച് മണ്ണോട് ചേർന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങളും ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നതും പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ വ്യക്തി ജീവിക്കുന്നത്. ഇനി നിങ്ങൾ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. നിങ്ങൾ എന്തിനാ വന്നത്? ഞങ്ങൾ പറഞ്ഞു, ആദ്യം എല്ലാ ടെസ്റ്റുകളും ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ അവിടെ ചെന്ന് വീണ്ടും എല്ലാ ടെസ്റ്റുകളും ചെയ്തപ്പോൾ 85% രോഗമുണ്ടെന്ന് എഴുതി തന്ന ഡോക്ടർ തന്നെ എന്റെ സൗഖ്യത്തെക്കുറിച്ചും അവിടെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ചെയ്ത് തന്നു. അപ്പം അവിടെ ഒരു ആന്റി ഉണ്ട്, ഞങ്ങളുടെ ബന്ധത്തിലുള്ള ആന്റി കത്തോലിക്കലാണ്. ആന്റിക്ക് ഇതൊന്നും അത്ര ദഹിക്കുന്നില്ല. ആന്റി ഈ ടെസ്റ്റുകളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇതൊക്കെ തെറ്റാണ്, മാറിപ്പോയിരിക്കുന്നു, നമുക്ക് ഒരിക്കൽ കൂടെ ചില ടെസ്റ്റുകൾ എടുക്കാം എന്ന് പറഞ്ഞു. ഒന്നും പ്രാർത്ഥന കൊണ്ട് സംഭവിക്കുന്ന കേസ് അല്ല എന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു, ഇനി ഒരു ടെസ്റ്റിനും ഞാനില്ല, കാരണം എനിക്ക് കുറിച്ചിട്ട ടൈം കഴിഞ്ഞിരിക്കുന്നു, അതിനപ്പുറത്തേക്ക് എൻ്റെ ആയുസിനെ നീട്ടിത്തന്ന എൻ്റെ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഇനി ഒരു ടെസ്റ്റിനും ഇല്ല, ആ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. അമേൻ. നമുക്കറിയാലോ, അമേൻ, ഗദരദേശത്തേക്ക് എത്തുമ്പോൾ അവിടെ ഭൂതം ബാധിച്ചൊരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട് അല്ലെ, 6000 ഭൂതങ്ങൾ അവന്റെ മേലുണ്ട്. അവൻ ചോദിക്കുന്നത്, സമയത്തിന് മുൻപേ നീ എന്നെ ദണ്ഡിപ്പിക്കാൻ വരുന്നോ എന്ന് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാം സമയം, അല്ലെ. അപ്പൊ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അകത്തും സാത്താൻ ചില സമയങ്ങളെ കുറിച്ചിട്ടിട്ടുണ്ട്, അല്ലെ. നമ്മൾ ചിലപ്പോൾ പറയും, നമുക്കറിയാം, കുറെ കഴിഞ്ഞ മുൻകാല ജീവിതങ്ങൾ പരിശോധിച്ചാൽ പറയും, ഇപ്പൊ കഷ്ടകാലം, ഒരു സമയമാണ്. ഇപ്പം എന്താ പറയാ, ഈ ഒരു ബുധന്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, വേറെ ശനിയുടെ അവതാരമുണ്ട്. സമയങ്ങൾ കുറിച്ചിട്ടിരിക്കുക. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ മുതൽ നിങ്ങളുടെ സമയങ്ങൾ മാറി തുടങ്ങുന്നുണ്ട്, അല്ലെ. അവൻ സകലതും നന്നായി ചെയ്യുന്ന ദൈവമെന്ന, എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു ദോഷകരമായ ഒരു സമയമില്ല. അവന്റെ പ്രവൃത്തി മുഴുവനും നന്മയാ. അവൻ, അല്ലെ, നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ എന്നാണ് അവൻ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുന്നത്. നിശ്ചയമായും യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതോടു കൂടെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റമാണ്. എല്ലാ മേഖലകളും, വാസ്തവത്തിൽ നമ്മുടെ സ്വഭാവത്തിന് പോലും, നമ്മുടെ കൂട്ടുകെട്ടുകൾക്ക് പോലും നമ്മൾ അറിയാതെ മാറ്റം വരും. ഞാനൊക്കെ അതുപോലെ കൂട്ടുകെട്ടും ബന്ധം, ഇന്നും കൂട്ടുകെട്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷെ ഓട്ടോമാറ്റിക്കലി നമ്മളിൽ നിന്നും അവരൊക്കെ അകന്നുപോയി. ദൈവഹിതമല്ലാത്തതൊക്കെ നമ്മിൽ നിന്നും അകന്നു. നമ്മൾ തന്നെ ചോദിക്കുന്നത്, ഇവരൊക്കെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്, ഇവരെന്താ മിണ്ടാതിരിക്കുന്നത്? ഞാൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു, ഫോട്ടോഗ്രാഫി ഉണ്ട്, എനിക്ക് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ ഈ സൺഡേ കൂടുതലും ഈ മേഖലകളിൽ സൺഡേ ആണല്ലോ കല്യാണങ്ങൾ വരിക. അപ്പൊ ഞാൻ വല്ലപ്പോഴൊക്കെ ഞാൻ പോകും, കാരണം ഞാൻ പപ്പാട് പെൻഷൻ പറ്റിയത് കൊണ്ടും സാമ്പത്തികത്തിനൊരു ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. എന്നാൽ കുഴപ്പമില്ല, ദൈവത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോകുമ്പോൾ പപ്പ പറയും, എടാ പോകരുത്, നീ സൺഡേ പണിയെടുത്തിട്ടുള്ള ഒരു കാശും വേണ്ട. പക്ഷെ അത് നമുക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം സാമ്പത്തികം വേണമല്ലോ. അങ്ങനെ ഞാൻ എന്നാലും പപ്പയുടെ അനുവാദം ഇല്ലെങ്കിൽ പോലും ഇടയ്ക്ക് വർക്ക് എടുത്തതാ, പപ്പ ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് 13 വർഷത്തോളം ഞാൻ ഫോട്ടോഗ്രാഫി ഫുള്ളിൽ നിന്ന മനുഷ്യനാണ്. അപ്പൊ ഞങ്ങള് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം ഞാനൊരു വർക്ക് എടുത്തു, പറയട്ടെ, ഒരു സൺഡേ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫോട്ടോ എടുക്കാൻ മറക്കുക. 13 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഇന്ന് വരെ ഒരു കയ്യബദ്ധം ഫോട്ടോഗ്രാഫി ഫീൽഡിൽ എനിക്ക് വന്നിട്ടില്ല. ഇന്നും ആ ഫീൽഡ് എനിക്ക് ഇഷ്ടമാണ്, എന്നുവെച്ചാൽ അത്രയും ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യം. പക്ഷേ ആ സൺഡേ ഏറ്റവും അവസാനം ഞാൻ എടുത്തത് ആ ഒരു ഒറ്റ വർക്ക്, ഞാൻ ഫോട്ടോ എടുക്കാൻ മറക്കുക. എനിക്ക് പറ്റുന്നില്ല ഫോട്ടോ എടുക്കാൻ. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കലി എനിക്ക് മനസ്സിലായി, കർത്താവേ, ഇത് ശരിയായ ഒരു നിലവാരമല്ല. അന്ന് ഞാൻ ദൈവത്തോട് തീരുമാനമെടുത്തു, കർത്താവേ, അവിടുത്തെ ആരാധന മുടക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനും ഞാൻ ഇനി എന്ത് ചെയ്യത്തില്ല, ഞാൻ പോകത്തില്ല. ഇനി എനിക്ക് എത്ര
തരാന്ന് പറഞ്ഞാലും ആരാധന മുടക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല, ഇനി ഒരു ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ആ ആൽബം സെറ്റ് ചെയ്ത് കൊടുത്തു. അന്ന് ഞാൻ ഫോട്ടോഗ്രാഫി ഫീൽഡിൽ നിന്നും പതുക്കെ പുറകോട്ട് പോയി. കാരണം ദൈവത്തെ മറന്നുകൊണ്ട് നമ്മുടെ നാശകരമായിരിക്കുന്ന പാപികളായിരിക്കുന്ന നമ്മെ വീണ്ടെടുക്കാൻ നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ വെച്ച് തന്ന ദൈവത്തെ മറന്നുകൊണ്ട് നമ്മൾ ഈ ലോകത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ അനേക പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ. നിശ്ചയമായിട്ടും ആ ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട, ആ കർത്താവിനെ ആരാധിക്കുക. ദൈവം ചെയ്ത ഉപകാരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്ത കാറോ നമുക്ക് ചെയ്ത ഭവനമൊന്നും അല്ല. ഏറ്റവും വലിയ ഉപകാരം സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നമുക്ക് വേണ്ടി നൽകി തന്നതാ ഏറ്റവും. അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആരാധന തന്നെ വരും അല്ലെ. ഒരാഴ്ച ചിലപ്പോൾ സാമ്പത്തിക ഞെരുക്കം ഉണ്ടായെന്ന് വരാം, ഒരാഴ്ച ചിലപ്പോൾ നമ്മൾ മറ്റു ബുദ്ധിമുട്ടുകൾ കടന്നു പോയിരുന്നില്ല. അതുകൊണ്ട് ആ ഞായറാഴ്ച ആരാധിക്കാതിരിക്കരുത്. കാരണം കഴിഞ്ഞ ആഴ്ച മുഴുവനും പ്രശ്നങ്ങളായിരുന്നു ദൈവദാസനെ. അല്ലെന്നേ, ഏറ്റവും വലിയ ആരാധന, ഏറ്റവും വലിയ ദൈവം ചെയ്ത ഉപകാരം, ഏറ്റവും നമുക്ക് ആരാധിക്കാൻ എന്താ നാം ചിന്തിക്കേണ്ടത്? പാപികളും ദോഷികളുമായ നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ പുത്രനെ കാൽവരി കുരിശിൽ തകർത്ത് കളയാൻ പിതാവിന് ഇഷ്ടം തോന്നിയത് ഞാനും നിങ്ങളും തകർന്നു പോകാതിരിക്കുന്നത്. ആ ഒരു ചിന്ത നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഏത് സൺഡേയും നമ്മൾ ആരാധിക്കും, ഏത് സൺഡേയും നമ്മൾ മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആരാധനയ്ക്ക് കടന്നു വരും. നിശ്ചയമായും എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആരാധന എന്ന് പറയുന്നത് ഒരു കൂടി വന്നിരുന്ന് കൈയടിച്ചു പോകുന്നതല്ല കേട്ടോ. അത് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. റോമാലേഖനം 12-ാം അധ്യായം പഠിപ്പിക്കുമ്പോൾ നമ്മെ തന്നെ സമർപ്പിക്കാൻ കിട്ടുന്ന പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്ന ദൈവത്തിന് മുമ്പിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ആ ദൈവം ചെയ്ത ഉപകാരങ്ങളെ മതിമറന്നൊന്ന് ആരാധിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ്. ആരാധനകൾ മുടക്കാതിരിക്കുക. ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ ഇതിനുശേഷം പിന്നെ പ്രാർത്ഥനകൾ ക്രമീകരിക്കാൻ തുടങ്ങി, ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ വീട്ടിലൊരു പ്രയർ സെല്ല് പോലെ ആരംഭിക്കാൻ തുടങ്ങി. നിശ്ചയമായും പപ്പ പിന്നെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. നടക്കുമായിരുന്നു, പക്ഷെ അത്ര പറ്റില്ല. പക്ഷെ പപ്പ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. രോഗസൗഖ്യം വന്ന ശേഷം കടക്കയിലായിരുന്നില്ല, റൂമിലായിരുന്നില്ല, യാത്രകൾ ചെയ്തു തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു അല്പം അസ്വസ്ഥതയുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല. ആ കുടുംബം ഉണ്ടായിരുന്നു. അവിടെ ആന്റി ഇടയ്ക്ക് കട്ടിലേക്ക് കിടക്കും, ഒരു ഭൂതം ബാധിച്ചതുപോലെയാ. അവരുടെ നാവൊക്കെ പുറത്തേക്ക് വരും. അപ്പൊ ഈ വിഷയങ്ങളും ഇതൊക്കെ നാട്ടിൽ പാട്ടായി തുടങ്ങിയപ്പോൾ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിലേക്ക് പ്രാർത്ഥനയ്ക്ക് വന്നു തുടങ്ങി, ഞങ്ങളെ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ ആ ദേവദാസനും എൻ്റെ പപ്പായും ഞങ്ങളും ഒരിക്കൽ ആ വീട്ടിൽ ഒരു ദിവസം വൈകുന്നേരം ഈ പനൂല് കയറി ചെന്നു. അവിടെ പ്രാർത്ഥിച്ചു. അന്ന് ദൈവം അവിടെയും അത്ഭുതം ചെയ്തു. ആ ആന്റി ആ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അവർ കടപ്പ് രോഗിയാണെന്നല്ല അതിന്റെ അർത്ഥം. അവരങ്ങനെയാണ് ഇടയ്ക്ക്, അവരൊരു വല്ലാത്ത അവസ്ഥയില്ല, തൊണ്ടയിൽ അരകറി പിടിച്ചു പോലെ നാക്കൊക്കെ പുറത്ത് വന്ന് നിൽക്കുന്നവർ. പക്ഷെ അവർ അന്ന് ഞങ്ങൾ ചെന്നപ്പോൾ പ്രാർത്ഥിച്ചു സൗഖ്യത്തോടെ ചാടി എഴുന്നേറ്റ് ഒരു ബക്കറ്റ് വെള്ളവും കാടിയും എടുത്തുകൊണ്ട് പശുവിന് കൊടുക്കുന്നത് കണ്ടിട്ടാ ഞങ്ങൾ മടങ്ങി വന്നത്. ആ കുടുംബം ഇവിടെ മക്കളടക്കമായിട്ട് പിന്നെ സ്നാനപ്പെട്ടു നിന്നു. അങ്ങനെ അനേക അത്ഭുതങ്ങൾ പിന്നെ ദേശത്ത് കർത്താവ് ചെയ്തു തുടങ്ങി. തിരുവനന്തപുരം മുതൽ ഒക്കെ ആൾക്കാർ പിന്നെ ദേവദാസന്മാരടക്കം ഞങ്ങളുടെ വീട്ടിൽ പിന്നെ വരും. ഞങ്ങള് എല്ലാ മാസത്തിലും ആദ്യത്തെ ചൊവ്വ ബുധൻ ആ സമയങ്ങളിൽ പ്രാർത്ഥന ക്രമീകരിച്ചിരുന്നു. അനേകരും വന്ന് സൗഖ്യമാകുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടതാണ്. അപ്പൊ വാസ്തവത്തിൽ കർത്താവിന്റെ അത്ഭുതം എന്ന് പറയുന്നത്, എൻ്റെ പപ്പായ്ക്ക് ആ സമയങ്ങളിൽ പെൻഷനായിട്ട് കിട്ടുന്നത് വെറും 4000 രൂപയാണ്. ഈ വീടിന് അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 2500 രൂപ ലോണും അടയ്ക്കണം. ഈ ലോൺ അടച്ചു കഴിഞ്ഞ് പപ്പായ്ക്ക് മരുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, മരുന്നുണ്ട്. പക്ഷെ പപ്പ മരുന്നൊന്നും പിന്നെ കഴിക്കുന്നില്ല. പപ്പയോട് ചോദിച്ചു, ഇവിടെ മീറ്റിംഗ് വയ്ക്കുമ്പോൾ വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണമെന്ന് പപ്പയ്ക്ക് ആഗ്രഹം. പപ്പ പറഞ്ഞു, എൻ്റെ ഒരു നേരത്തെ ഗുളികയുടെ പൈസ ഇല്ല, എനിക്കൊരു പ്രാർത്ഥന നടത്തുന്നതിന് കിട്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നിരന്തരമായ പ്രയറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെട്ടു. അവൻ അവിടെ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ പണ്ട് ഒരു പൂജ നടത്തിയിരുന്നില്ലേ ചോദിച്ചു. വാസ്തവത്തിൽ ഞങ്ങൾ മുഖാമുഖം നോക്കുക. കാരണം ഞങ്ങൾ രഹസ്യമായി വെച്ച, ഞങ്ങളുടെ കുടുംബത്തിനല്ലാതെ പിന്നെ പുറമേ ഉള്ളവർക്കറിയാം, കൊണ്ടുവന്നവർക്ക്. അപ്പൊ അവർ ഇതായിട്ട് ബന്ധമില്ല. വേറെ ഒരു ബന്ധുക്കൾക്ക് പോലും അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ദൈവാത്മാവ് സംസാരിച്ചിട്ട് ചൂണ്ടിക്കാണിച്ചു, ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഇതുപോലെ കുഴിച്ചിട്ടിട്ടുണ്ടല്ലോ. അതെ ഉണ്ട്, നിശ്ചയം എടുക്കാൻ പറഞ്ഞു. അപ്പൊ അന്ന് കുഴിച്ചിട്ടത് ഞാനാ. എന്നെ കൊണ്ട് തന്നെ അതെന്ത് ചെയ്തു, ആ വാതിലിന്റെ അവിടെ ഉണ്ട്, ആ വാതിലിന്റെ അവിടുന്ന് പൊളിച്ച് അതെടുത്തു. അതിൻ്റെ അകത്ത് സ്വർണം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു കുപ്പിയിൽ എന്തോ ആക്കി വെച്ചു, അതും എടുത്തു. ഞങ്ങളത് കളഞ്ഞു. ആ എടുത്ത സ്വർണം അത് കരിമ്പ തുപ്പനാട് അവിടെ ന്യൂ ഇന്ത്യ സഭയുടെ ബോർഡ് പണിയത്തിന് വേണ്ടി ഞങ്ങൾ കൊടുത്തു. അത് വിറ്റിട്ട് ഇന്ന് ബോർഡ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതും നന്മയ്ക്കെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു വെച്ച പല കാര്യങ്ങളും നമുക്ക് ദോഷമായി തീരാറുണ്ട്.
ആഗ്രഹമുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുന്നത് ആ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അല്ലെ അവൻ ലംഘനങ്ങളെ മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എൻ്റെ പപ്പായും ആ നിലവാരത്തിൽ ഞാനും എൻ്റെ പപ്പായും എൻ്റെ അമ്മയും എൻ്റെ ഒക്കെ ഞങ്ങൾ സ്നാനത്തിലേക്ക് കടന്നു വരാൻ ഇടയായി തീർന്നു. അപ്പൊ എൻ്റെ വൈഫിന്റെ കാര്യം കൂടെ ഒന്ന് പറയാലോ. ഞാൻ പറഞ്ഞു, നായർ കുടുംബത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വേറെ ആയിരുന്നു താമസിക്കുന്നത്. പപ്പ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ താമസിക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്യണം, കുടുംബത്തോട് ചേർന്ന് ഒരൊറ്റ വ്യവസ്ഥയെ പപ്പ പറഞ്ഞുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യും, രണ്ട് വിശ്വാസത്തിൽ നിൽക്കരുത്, നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പൊ വൈഫിന് ഈ കത്തോലിക്ക സഭയിലേക്ക് വരുന്നതിന് താല്പര്യം, എനിക്ക് താല്പര്യമില്ല. കാര്യം അങ്ങനെയാണെങ്കിൽ എനിക്ക് അന്ന് കല്യാണം കഴിച്ചാൽ മതിയല്ലോ എന്ന ചിന്തയുണ്ട്. പക്ഷെ എന്തായാലും അവളുടെ ഇഷ്ടത്തിന് ഞാൻ അത് വിട്ടുകൊടുത്തു. ഇവിടുത്തെ ഒരു സഭയായിട്ട്, അന്നത്തെ പള്ളിയായിട്ട് ചേർന്ന് നിന്ന് അവൾ അന്ന് മഹാമോദിസ വെള്ളം അവളുടെ മേത്ത് വീണിട്ടാണ് ഞങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വരുന്നത്. അപ്പൊ അവൾ പറഞ്ഞു, ഒരു വെള്ളം വീണതേ ഉള്ളൂ, ഇനി അടുത്തതിലേക്ക് ഞാൻ എങ്ങനെയാ, എനിക്കൊന്നും അറിയില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നിർബന്ധിക്കില്ല, നീ അത് കണ്ടതല്ലേ, വീടിനകത്ത് നടക്കുന്ന അത്ഭുതങ്ങൾ പ്രാർത്ഥനകളൊക്കെ കണ്ടതല്ലേ, നിനക്കത് മനസ്സിലായിട്ട് നീ അത് ചെയ്താൽ മതി. ഞാൻ സ്നാനപ്പെട്ടു. അവൾക്ക് അതിന് വിരോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് മൂത്ത മകളെ അവള് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വീടിനകത്ത് അടുക്കളയിലേക്ക് എന്തോ പോയതാ, പെട്ടെന്ന് ഇവിടെ ഒരു ബാക്ക് പെയിൻ പോലെ അവൾക്ക് വന്നു. മരുന്ന് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി, ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് അവിടെയും ഇടപെട്ടു. ഇന്ന പോലെ ഇടപെട്ടുകൊണ്ട് അവൾക്ക് സൗഖ്യം കൊടുത്തു. അവൾ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, അവൾക്ക് സൗഖ്യം കൊടുത്തു. അതിനുശേഷം അവളും സ്നാനത്തിലേക്ക് ഒരുങ്ങി. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, അന്യഭാഷ പറയണം. ഇതൊക്കെ ബൈബിളിന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അത് കടച്ചിട്ട് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകൾ സഭയിൽ മുടക്കുമ്പോൾ അവിടെ ചെന്നിട്ട് സണ്ണി എന്ന് പറയുന്ന അങ്കിളിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഞങ്ങൾ പോകും. അപ്പൊ ഞങ്ങൾക്കൊരു വാശിയാണ്, ഞാനും വൈഫും ഞങ്ങൾ വാശിയാ, ആരാണ് ആദ്യം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളത്. അപ്പൊ ഏറ്റവും മുമ്പിൽ പോയിരിക്കും, ഏറ്റവും നേരത്തെ പോയിരിക്കും, ശക്തമായിട്ട് പാട്ടുപാടും ആരാധിക്കും ഒക്കെ ചെയ്യും. അങ്ങനെ ഇപ്പൊ മൂത്ത മോള് ആ സമയം ഡെലിവറി കഴിഞ്ഞു. അവളുടെ മൂത്ത മോള് ഞങ്ങളുടെ കയ്യിലുണ്ട്, അവൾ കയ്യിലിരിക്കുന്ന പ്രായ. അപ്പൊ ഞാൻ എടുക്കില്ല, കാരണം വെച്ചാൽ ആരാധനയ്ക്ക് തടസ്സമാണല്ലോ ഇതൊക്കെ. കാരണം അതുകൊണ്ട് കൊച്ചിനെ മടി വെച്ചുകൊണ്ട് ആരാധിക്കാൻ നടക്കാതെ ഞാൻ വൈഫിന്റെ കൊടുക്കും, നീ പിടിച്ചാൽ മതി. അപ്പൊ അവള് പറയും, അപ്പൊ എനിക്കും ആരാധിക്കണ്ടേ, അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എടുക്കാതെ ഒരിക്കലും, അപ്പൊ നമ്മൾ ശക്തമായ ആരാധന നടക്കും. ഞാൻ ഒരിക്കലും നോക്കുമ്പോൾ ഒരു ദിവസം 18 ദിവസം ഏകദേശം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ഒരു വീട്ടിൽ വെച്ച്, സന്തോഷം എന്ന് പറയുന്ന ബ്രദറിന്റെ വീട്ടിൽ വെച്ച് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അന്യഭാഷ പറയുന്ന ശബ്ദം കിട്ടും. അപ്പൊ ഞാനൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് കൈയടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ വൈഫ് കുഞ്ഞിനെ കൈവച്ചുകൊണ്ട് അവൾ അന്യഭാഷ പറയുക. അവൾ അന്യഭാഷ പറയുന്നത് സന്തോഷം തോന്നി. കാരണം വെച്ചാൽ വാസ്തവത്തിൽ അവളെക്കാൾ മുമ്പേ അന്യഭാഷ പ്രാപിക്കണമെന്ന ചിന്തയില്ല, കുഞ്ഞിനെ പോലും കൈപിടിക്കാതെ ഞാനിവിടെ ഇരിക്കുന്നത്. പക്ഷെ അവിടെ ഇരുന്ന് അന്യഭാഷ പറഞ്ഞു തുടങ്ങി. ദൈവത്തിന്റെ കൃപയാൽ ഇന്നും ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ വേലയിലാകാൻ ഇവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഇവിടെ പിന്നീട് ഞങ്ങൾ ഇങ്ങനെ ആ പ്രാർത്ഥനകൾ മുന്നോട്ട് കൊണ്ടുപോയി അനേക ആൾക്കാർ, ഞാൻ പറഞ്ഞിട്ട് പപ്പയുടെ ജീവിതത്തിന്റെ അവസാന സമയം കൂടെ ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ അത് പപ്പ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു. കർത്താവ് കൊടുത്ത സൗഖ്യം ഈ ദേശത്തുള്ള എല്ലാവർക്കും അറിയാം. ഈ പ്രാർത്ഥന ഇവിടെ നടക്കുന്നതിന്റെ പുറകിലെ കാര്യവും അവർക്കറിയാം. അതുകൊണ്ട് ഈ പ്രാർത്ഥന ഇവിടെ നടക്കുന്നതിന് മറ്റാർക്കും ഒരു എതിർപ്പുമില്ല. കാരണം കർത്താവിന്റെ പ്രവൃത്തി കണ്ടൊരു ഭവനമായതുകൊണ്ട് എല്ലാവർക്കും അതിനൊരു സന്തോഷമാണ്. ഈ വീടിന്റെ ചുറ്റുപാടും ഒരു വിശ്വാസി ജീവിതം പോലും ഇല്ല, ഒരു ക്രിസ്ത്യനും ഇല്ല. എല്ലാവരും അമ്പലങ്ങൾ തൊട്ടടുത്തുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഹിന്ദു വിശ്വാസത്തിലുള്ളവരാണ്. പക്ഷെ അവരെല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിച്ച് നിന്നും മുന്നോട്ട് പോകുന്ന ഒരനുഭവമാണ്. ഇവിടെ മുറ്റത്ത് കൺവെൻഷൻ ഞങ്ങൾ നടത്താറുണ്ട് എല്ലാ വർഷവും. ആ മുറ്റത്ത് കൺവെൻഷൻ നടത്തുമ്പോൾ അവരാണ് ഇവിടെ വന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. കാരണം ഇവിടെ നടന്ന ദൈവപ്രവൃത്തിയെ കുറിച്ച് അവർക്കും അറിയാം. കൃപയാൽ അവരും വിശ്വാസത്തിലേക്ക് വരുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പപ്പ പിന്നെ യാത്രകൾ തുടങ്ങിയിട്ടുണ്ട്. പപ്പായെ പല മേഖലകളിൽ കൊണ്ടുപോയിട്ട് സാക്ഷ്യം പറയുന്നതിനെ കൊണ്ടുപോയി തുടങ്ങി. പക്ഷെ മരണം ഒരിക്കലും ഉണ്ടല്ലോ, അത് ഏത് മനുഷ്യനായാലും. ലാസറിനെ ഉയർപ്പിച്ചിട്ടുണ്ടെങ്കിലും ലാസറിന് മരിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിന് ഉറപ്പാണല്ലോ. പക്ഷെ അന്ന് പപ്പ 2002 ഞങ്ങൾ വിശ്വാസിക്ക് വരുന്ന 2002 പപ്പായുടെ മരണം സംഭവിച്ചിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ ഒരു വ്യക്തിയുടെ മരണമായിരിക്കില്ല, ഒരു കുടുംബത്തിന്റെ തന്നെ വലിയ തകർച്ചയാണ്. കാരണം ഞങ്ങൾ ഒരു കരയും പറ്റിയിട്ടില്ല, കടബാധ്യതകൾ ഒക്കെ ഞങ്ങൾ നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു കാലഘട്ടത്തിൽ ഞങ്ങൾ മൊത്തം തകർന്നു പോയേനും ചിലപ്പോൾ ഞങ്ങൾ ഏത് നിലയിൽ എത്തുമെന്ന് പോലും ഞങ്ങൾക്ക് പറയാൻ കഴിയാത്ത ഒരു അനുഭവമുണ്ട്. അവിടെ നിന്നാണ് കർത്താവ് എൻ്റെ പപ്പായെ തൊട്ടു. പപ്പ വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നു. പറയട്ടെ, കർത്താവിനെ ഉപേക്ഷിച്ച് കളഞ്ഞ വ്യക്തിയാ, പക്ഷെ ആ വ്യക്തിയെ കർത്താവ് ഉപേക്ഷിച്ചില്ല കേട്ടോ. ഒരു നാളും പെറ്റതള്ള തന്റെ കുഞ്ഞിനെ മറക്കുമോ, അഥവാ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, മറക്കില്ല എന്ന് പറഞ്ഞ ആ ദൈവം ഇന്ന് പകൽ ആരൊക്കെയോ നമ്മളോട് ചേർന്നിരിക്കുമ്പോൾ പറയുന്നുണ്ടാവും, അല്ലെ, ദൈവമേ നീ ഞങ്ങളെ ഓർക്കുന്നില്ലേ
എന്ന് ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. നമ്മളൊക്കെ പറയുന്ന ഒരു വാക്കാ, കർത്താവേ അവിടുന്ന് മറന്നുപോയോ, അവിടുന്ന് ഞങ്ങളെ ഓർക്കുന്നില്ലേ? ഇല്ല, ഒരിക്കലും മറക്കാത്തൊരു ദൈവത്തെയാ നമ്മൾ ഇന്ന് പകൽ സേവിക്കുന്നത് കേട്ടോ. നിശ്ചയമായിട്ടും ആ ദൈവത്തെ മുറുകെ പിടിച്ചു കൊള്ളുക. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല എന്ന ദൈവത്തിന്റെ വചനം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ഒരു നാളും ലജ്ജിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഈ നാളുകളിൽ ഞങ്ങളും ലജ്ജിക്കാതെ നിൽക്കുന്നത് ഈ കൃപയിലേക്ക് വന്നതിന്റെ ഭാഗമാണ്. എന്റെ പപ്പ ഏകദേശം 6 വർഷം പിന്നീട് ജീവിച്ചു. 5 ദിവസം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 10 ദിവസം എന്ന് പറഞ്ഞെടുത്ത് 6 വർഷം കട്ടിലല്ല ആരോഗ്യത്തോടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പപ്പ ജീവിച്ചു. അവസാന ഘട്ടം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പപ്പ അഡ്മിറ്റായി. അവസാന ഘട്ടം അഡ്മിറ്റായി. അവിടെ കിടക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടൻ തിരുവല്ലേക്ക് പോയി. ഞാൻ അടുത്തുണ്ട്. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പപ്പ അവസാനത്തെ സമയം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, എടാ മോനെ, അനീഷ് എന്നാണ് എൻ്റെ ഏട്ടന്റെ പേര്. അങ്ങനെ കുടുംബത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കൂടുതൽ അറിയിക്കില്ല, എന്തിനാ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് പറയും. എൻ്റെ മോനെ വിളിക്കൂ, എനിക്ക് അവനെ കാണണം. ഞാൻ അപ്പൊ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനിയെ വരൂ, പപ്പ ഇങ്ങനെ പ്രശ്നമുണ്ട്, കാണണമെന്ന് ആഗ്രഹിക്കുന്നു, വരാൻ പറഞ്ഞു. ഓക്കെ, വരാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന സജി എന്ന് പറയുന്ന ദൈവദാസനെ വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ വിളിച്ചു. ആ ഫോൺ ഞാൻ കൈ കൊടുത്തു. അദ്ദേഹം ഫോൺ വെച്ചു, കട്ടിലേക്ക് കടന്നുകൊണ്ട് ഫോൺ വെച്ചുകൊണ്ട് പക്ഷേ എനിക്കൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ യേശുവേ എന്ന് പറഞ്ഞ കൈ ഇങ്ങനെ പൊക്കുന്നതും കണ്ടു. ആ വ്യക്തി ഒന്ന് തിരിഞ്ഞു. ആ കട്ടിലേല് നേരെ ഞാൻ കട്ടിലോട് ചേർന്നിരിക്കുക. ആ തിരിഞ്ഞതും ജീവൻ പോയി എന്നുള്ളതാണ്. ജീവൻ പോയി. ഞങ്ങൾ ഉടനെ ഡോക്ടേഴ്സിനെ അറിയിച്ചു. നേഴ്സുമാർ ഓടി വന്നു. ഡോക്ടേഴ്സ് വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, പിറ്റേ ദിവസം ഈ ഇതൊക്കെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ക്രമീകരിക്കുമ്പോൾ വന്ന ഡോക്ടേഴ്സ് ഞങ്ങൾ ചോദിച്ചത്, ഈ മനുഷ്യന്റെ ജീവൻ പോകാൻ എത്ര മണിക്കൂർ എടുത്തു? ഞങ്ങൾ മണിക്കൂറൊന്നും എടുത്തില്ല ഡോക്ടറെ. ഞാൻ നോക്കി നിൽക്കുന്ന സമയത്ത് എൻ്റെ യേശുവെ എന്ന് വിളിക്കുന്നതും കണ്ടു, അദ്ദേഹത്തിന്റെ ജീവൻ പോകുന്നതും കണ്ടു. അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവർ പറഞ്ഞത് ഇദ്ദേഹത്തിന് ബോൺ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു, നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ക്യാൻസർ എന്ന് പറയുന്ന രോഗമുള്ള മനുഷ്യന്റെ ജീവൻ തന്റെ ശരീരത്തിന് പോകണമെങ്കിൽ മിനിമം അരമണിക്കൂറെങ്കിലും അദ്ദേഹം വേദന കൊണ്ട് പൊളയാതെ അദ്ദേഹം മരിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ കർത്താവിന്റെ ആ മരണസമയത്ത് തൊട്ടടുത്ത് എന്ന് പറയേണ്ട തൊട്ടടുത്ത് നിൽക്കുന്ന ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ആ സമയം മരണസമയമായപ്പോ ഒരു വാക്ക് അഭിഷിത്തിനെ കൊണ്ട് പ്രാർത്ഥിച്ച് എൻ്റെ യേശുവെ എന്ന് വിളിച്ചുകൊണ്ട് ആ ജീവൻ തന്നെ നിന്ന് വിട്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരു വേദനയും അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി നിലവിളിക്കുന്നത് കണ്ടില്ല. അതൊരു ആശ്ചര്യമായിരുന്നു. അത് പറഞ്ഞപ്പോൾ ഡോക്ടർമാർക്കും ആശ്ചര്യമായിരുന്നു. പപ്പായുടെ മരണം അങ്ങനെ കഴിഞ്ഞു. ആ സമയത്ത് ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇനി എങ്ങനെ ജീവിക്കും? കാരണം വരുമാന മാർഗമില്ല. ആ സമയം സ്റ്റുഡിയോ വിട്ടു. പിന്നെ ഈ സ്റ്റുഡിയോയുടെ പ്രവർത്തനങ്ങൾ വിട്ടു. ഓട്ടോമാറ്റിക്കലി നാട്ടിൽ അല്ലെ എല്ലാ ബിസിനസ്സുകളിലും നമുക്കറിയാലോ, നമ്മളോടൊക്കെ മത്സരിക്കുന്ന ആൾക്കാരുണ്ടാകും. അവൻ അച്ഛനായി എന്ന് പറഞ്ഞൊരു വാക്ക് നാട്ടിൽ പറഞ്ഞു തുടങ്ങി. ഞാൻ അച്ഛനായി എന്ന് പറഞ്ഞാൽ ഞാൻ പാസ്റ്ററായി തുടങ്ങി. അതുകൊണ്ട് ഞായറാഴ്ചകളിൽ വർക്ക് എടുക്കില്ല. നമ്മളെ കൊണ്ട് മാത്രം വർക്ക് എടുപ്പിക്കുന്ന കുടുംബങ്ങളുണ്ടായിരുന്നു. അവർ പോലും പിന്നെ നമുക്ക് വിളിക്കാതെയായി. സ്വന്തം സ്നേഹിതന്മാർ വിളിക്കാതെ. മറ്റൊന്നും കൊണ്ടും അല്ല കേട്ടോ, ദേഷ്യം കൊണ്ടല്ല. ഞാൻ അച്ഛനായത് കൊണ്ട് ഞായറാഴ്ച വർക്ക്, അങ്ങനെ ഒരു തീരുമാനമൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്നു. പിന്നെ ഞായറാഴ്ച വർക്കുകൾ കിട്ടാതായി. പിന്നെ സ്റ്റുഡിയോ നമ്മൾ ഓട്ടോമാറ്റിക്കലി പൂട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ വരുമാനം ഒന്നുമില്ല. എനിക്ക് മൊത്തം കുഞ്ഞുണ്ട്, അമ്മയുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നു, എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ പപ്പയുടെ പെൻഷന്റെ കാര്യങ്ങളൊക്കെ പിന്നെ ആ സമയത്ത് അമ്മയുടെ പേരിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു കർത്താവിന്റെ ദാസൻ, അദ്ദേഹം സജി എന്ന് പറയും, ചേലക്കരി ഉള്ളതാണ്. അദ്ദേഹത്തിന് ഒരു കമ്പനിയുണ്ട്, ഈ ഹോളബിൾസിന്റെ കമ്പനി. അവിടേക്ക് എന്നെ അവിടെ പറഞ്ഞു, വരൂ അജീഷെ, പണിയാം, അവിടെ ജോലി തരാം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ തുപ്പനാട് സഭയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അത് കൂടാതെ തന്നെ ഒലവക്കോട്, പാലക്കാട് ഒലവക്കോട് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ലീഡ് ചെയ്യും കാര്യമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അവിടെ പ്രേസലുണ്ട്, അവിടെ ആരാധന സൺഡേ ഞങ്ങൾ പോകും. അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ കൂടെ ഈ ഒരു പ്രവർത്തനം ചെന്ന് നിന്നു. അവിടെ ഒരു വർഷമേ നിൽക്കാൻ പറ്റും. പല ദിവദാസന്മാരും പറഞ്ഞു കർത്താവിന്റെ വേലയ്ക്ക് പൂർണ്ണമായി ഇറങ്ങണം. അപ്പൊ നമ്മുടെ ചോദ്യമുണ്ട്, ഈ പൂർണ്ണമായി ഇറങ്ങണം എന്ന് പറയുമ്പോൾ എങ്ങനെ, എവിടെ, ആര് സഹായിക്കും എന്നൊരു ചിന്ത. വാസ്തവത്തിൽ ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല ഈ കാലഘട്ടങ്ങളിൽ. കാരണം പപ്പാടെ അനുഭവം, രോഗങ്ങളും കാര്യങ്ങളും, പിന്നെ ബൈബിൾ വായിച്ചു പഠിക്കുകയും അനുഭവങ്ങൾ കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരാ എടുക്കുക, ഏത് സംഘടന നിൽക്കുക, എങ്ങനെ ഇറങ്ങും, ആര് സഹായിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പരമാവധി അവിടെ ആ ജോലിയിൽ അവിടെ പിടിച്ചു നിന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദേവദാസി വന്നിട്ട് പറഞ്ഞു, ആദ്യത്തെ ദൂത് എങ്ങനെയായിരുന്നു, നീ പൂർണ്ണ വേലയ്ക്ക് ഇറങ്ങിയില്ലെങ്കിൽ കർത്താവ് നിന്നെ പിടിച്ചിറക്കും എന്ന് പറഞ്ഞു. അപ്പോഴും
ഞാനും വിചാരിച്ചു ഇറക്കട്ടെ, ഇറക്കുമ്പോൾ ഇറങ്ങാം എന്ന് വിചാരിച്ച് നിന്നു. ആ ദൂത് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടതാണ്. എന്ന് വെച്ചാൽ വിശ്വാസി വരുന്ന ആദ്യഘട്ടത്തിൽ കേട്ടതാണ്. പിന്നീട് അനിത എന്ന് പറയുന്ന ഒരു ദൈവദാസി ഒരു നൈറ്റ് പ്രയർ വിളിച്ച് ഇതേ ദൂതനോട് പറഞ്ഞിട്ട് പറഞ്ഞു, കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാൻ സമയമായി, ഇല്ലെങ്കിൽ കർത്താവ് വലിച്ചിറക്കും കേട്ടോ പറഞ്ഞു. അതും കേട്ടു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് വന്ന ദൈവദാസൻ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നു. അവിടെ വന്നിട്ട് ചോദിച്ചു, ഇവിടുന്ന് ഇതുവരെ ഇറങ്ങാറായില്ലേ ചോദിച്ചു. ഞാൻ ചോദിച്ചു എങ്ങോട്ട് ഇറങ്ങാനാണ് ചോദിച്ചു. എങ്ങോട്ട് ഇറങ്ങാനും. പക്ഷെ ചുരുക്കം പറഞ്ഞാൽ യോന ഒരു കപ്പലിൽ ചെന്നതുപോലെ പിന്നെ ആ കമ്പനിയിൽ ഞാൻ ഒരു അധികപ്പറ്റായി മാറി. അത് പിന്നെ ഞങ്ങളും ആ അങ്കിളും കൂടെ, ഇന്നും ഞങ്ങൾ കമ്പനിയാണ്, ഇന്നും ഞങ്ങൾ ഒരുമിച്ച് വേല ചെയ്യുന്നുണ്ട്. ആ അങ്കിളും കൂടെ ഇരുന്നിട്ട് പറഞ്ഞു, മോനെ ഇനി നീ നിന്നാൽ ബുദ്ധിമുട്ടാവും, അങ്ങനെ ശരിയാണെങ്കിലേ ഇനി ഞാൻ ഇവിടെ നിന്നാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഒരു ഡേറ്റ് ഇട്ടുകൊണ്ട് അവിടെ ചെയ്ത് തീർത്തുകൊണ്ട് നേരെ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി. എങ്ങനെ എന്ത് ഒന്നും അറിയില്ല. ഒരു മനുഷ്യൻ ആ സമയത്ത് 5 പൈസ സപ്പോർട്ടും ഇല്ല, ഒന്നുമില്ല. ആ അങ്കിള് പറയട്ടെ, ആ അങ്കിള് 1000 രൂപ വെച്ച് തരാന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഒരു കുറി കൂടിയിട്ടുണ്ട്, അത് വിളിച്ചെടുത്തതാ. അപ്പൊ അങ്കിളിനോട് ഞാൻ പറഞ്ഞു, അങ്കിളെ ആ കുറി അങ്ങ് അടയ്ക്കും, നീ കേസ് കൂട്ടത്തിന് വരണ്ടല്ലോ. ആ കുറി അങ്കിൾ അടച്ചു തീർന്നു. പിന്നെ ആ പൈസ ചോദിക്കാൻ ഞാൻ പോയിട്ടുമില്ല. അദ്ദേഹം അത് മൊത്തം അടച്ചു തീർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രധാന വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഞങ്ങളോട് ബൈക്കുണ്ട്, കൃപയിൽ ദൈവം ഒരു ബൈക്ക് വന്നു. ഞാനും വൈഫും ഒലവക്കോട് പോകും. വ്യാഴാഴ്ചകളിൽ അവിടെ പ്രയർസലുണ്ട്. അവിടെ ചെല്ലും, ഓരോ വീടുകൾ ഞങ്ങൾ വിസിറ്റ് ചെയ്യും. അവിടെയൊക്കെ അറിയാലോ പുതിയ ആത്മാക്കളാണ്, ഈ വിശ്വാസം എന്തെന്ന് അറിയാത്തവർ. ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ 100 രൂപയെ പെട്രോൾ അടിക്കാനുള്ള പൈസ ഉണ്ടാവുള്ളൂ, ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ല. പക്ഷെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ചെല്ലും. നമ്മുടെ പറയാലോ, ഞങ്ങളുടെ പ്രതീക്ഷ അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ചില സമയങ്ങളിൽ നമുക്കറിയാം, ഒരു വീട്ടിൽ കയറി ചെന്ന് പ്രാർത്ഥിച്ചിറങ്ങുന്ന സമയത്ത് ഒരു 5 രൂപയുടെ ബിസ്ക്കറ്റ് പാക്കറ്റ് എൻ്റെ കൊച്ചിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയും, ദേവാസന ഇതേ ഉള്ളൂ. ഞങ്ങൾ സന്തോഷത്തോടെ അവിടുന്ന് മടങ്ങിയ അനുഭവങ്ങളുണ്ട്. എന്നാൽ അവിടുന്ന് കുറച്ചു കാലം കൂടെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇളയ കുഞ്ഞുണ്ടായി. മൂത്ത ഇളയ മോനുണ്ടായി. 2013 അവൻ ജനിക്കുന്നത്. അതിനുശേഷം അമ്മയുടെ മരണം. അപ്പൊ അമ്മയ്ക്ക് അപ്പന്റെ പെൻഷൻ കൂടെ വന്നു തുടങ്ങി. ഫാമിലി പെൻഷൻ ഉള്ളത് കൊണ്ട് വരുമാനമില്ല. ചർച്ചിനായിട്ട് ബന്ധപ്പെട്ട വരുമാനങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഇവിടെ ഏകദേശം ഞങ്ങൾക്ക് 10-65ഓളം പേര്, 15 കുടുംബങ്ങൾ, ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് വന്ന 15 കുടുംബങ്ങൾക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് അത്തരമുള്ള വരുമാനങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾ അമ്മയ്ക്ക് കിട്ടുന്ന ഫാമിലി പെൻഷൻ കൊണ്ടുവരുമ്പോൾ അമ്മയും പെട്ടെന്നൊരു ദിവസം മരണപ്പെട്ടു. പെട്ടെന്നായിരുന്നു അമ്മയുടെ മരണം. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അതെന്ത് അങ്ങനെ ചോദിച്ചാൽ നമുക്കറിയത്തില്ല. പക്ഷെ എന്തായാലും സമയമാകുമ്പോൾ കർത്താവിന്റെ സന്നിധാനത്തിൽ വിട്ടു. അമ്മ മരിച്ചോടുകൂടെ ഞങ്ങളോട്, കാരണം അമ്മയും രോഗികളായിരുന്നു കേട്ടോ. അമ്മയും ഈ സെവന്ത് ഡേ ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ 2 ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടിരിക്കണം. മാസത്തിൽ ഒരു ഏതെങ്കിലും ഒരു ദിവസം അഡ്മിറ്റ് ആകണം. അങ്ങനെ ശാരീരികമായിരിക്കുന്ന അസ്വസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവിനെ അറിഞ്ഞതോടുകൂടെ അതിനൊക്കെ വലിയ മാറ്റങ്ങൾ ദൈവം കൊടുത്തിരുന്നു. പക്ഷെ അവസാന ഘട്ടത്തിൽ പെട്ടെന്നൊരു വയറുവേദന പോലെ വന്നു. അത് മരണത്തിലേക്ക് ഇടവന്നു. അമ്മ മരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് മാത്രമായി, ഞാനും 3 മക്കളും വൈഫും കൂടെ ആയിരുന്നു. എല്ലാവരും ചോദിച്ചു, ഇനി നീ എങ്ങനെ ജീവിക്കും? ആ ചോദിക്കുന്നതിൽ വിശ്വാസികളും ഉണ്ടെന്ന് മറന്നു പോകരുത്. ആ ചോദിക്കുന്നതിൽ കർത്താവിനെ സേവിക്കുന്നവരും ഉണ്ടെന്ന് മറന്നു പോകരുത്. ഞങ്ങളോട് ചോദിച്ചു, ഇനി എങ്ങനെ ജീവിക്കും? എന്നോട് അങ്ങനെ അധികം ആരും സംസാരിക്കാറില്ല. എൻ്റെ വൈഫിനോട് ചോദിച്ചു, ദൈവം നൂലിൽ കെട്ടി നിങ്ങൾക്ക് ഇനി ഇറക്കി തരുമോ ചോദിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ ദൈവത്തിന് നൂലും വേണ്ട എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ മരിച്ചിട്ട് ഏകദേശം 11 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 11 വർഷം എങ്ങനെ ജീവിക്കുമെന്നുള്ളവരുടെ മുമ്പിൽ ദൈവം ഞങ്ങളെ ലജ്ജിപ്പിക്കാതെ നിർത്തിയിട്ടുണ്ട്. നിശ്ചയമായിട്ടും കർത്താവിന് വേണ്ടി നിന്നോ, കർത്താവ് അവന്റെ കരം ചുരുക്കി പിടിക്കത്തില്ല. സഹായിക്കാൻ കഴിയാത്ത വിധം യഹോവയുടെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് വചനം എഴുതിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന, കർത്താവിന്റെ വേലയിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന, കർത്താവിന്റെ വേലയിൽ ആഗ്രഹിക്കുന്ന എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മുഖത്തും നോക്കാതെ ഇന്നും ധൈര്യമായി ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഇന്ന് സഹായങ്ങൾ ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ അതിനല്ല ആശ്രയിക്കുന്നത്. ഇന്നും എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേർ അവർ ജർമ്മൻ ലാംഗ്വേജ് കഴിഞ്ഞിട്ട് ജർമ്മനിക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ. ആ കാര്യം ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നത്, ഇത്രത്തോളം ഞങ്ങളുടെ ജീവിതം തകർന്നു പോയ ഞങ്ങളുടെ ഒരു ജീവിതത്തെ കുശവന്റെ ആലയിലേക്ക് ചെന്നപ്പോ കർത്താവ് അവിടെ കുശവനോട് പറയുന്നൊരു കാര്യമുണ്ടല്ലോ അല്ലെ, കുശവന്റെ കയ്യിൽ വെച്ച കളിമണ്ണ് ചീത്തയായിപ്പോയി, എന്നിട്ട് അതിനെ മറ്റൊരു പാത്രമാക്കി പണിതുപോലെ എനിക്ക് നിങ്ങളെ പണിയാൻ കഴിയില്ലയോ എന്ന് ചോദിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം പല മേഖലയിൽ തകർന്നിട്ട്, രോഗം കൊണ്ടായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, പല ഏത് വിഷയമാകട്ടെ, എന്ന കാര്യം ഉറപ്പാണ്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ, അവൻ നന്നായി പണിയുന്നവനാ. നിന്റെ കുറവ് തീർത്തുകൊണ്ട്, നിന്റെ
നിന്നെ ഏറ്റവും മാന്യപാത്രമാക്കി തീർക്കാൻ കഴിയുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിലാണ് ഇന്ന് നിങ്ങൾ ഇരിക്കുന്നത്. ആ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അറിയുക, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകൻ ഒരാളെ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. കർത്താവിൽ വിശ്വസിക്കുന്ന അവൻ നിങ്ങളെ അവർക്ക് കുടുംബമടക്കം സന്തോഷിക്കാൻ അവസരങ്ങൾ ഒരുക്കുന്ന ഈ വചനങ്ങൾക്ക് മുമ്പിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കണം. പിന്നെ കർത്താവിന്റെ പേരയിൽ എല്ലാവരും വിട്ടു, എല്ലാവരും മാറിപ്പോയി. മരണം കഴിഞ്ഞു, ബന്ധുപുത്രാദി മാറിപ്പോയി, അവർക്ക് വേണ്ടപ്പെട്ട അപ്പനും അമ്മയും പോയി. പിന്നെ ഞങ്ങളെ പിന്നെ എല്ലാവരും അത്യാവശ്യം ഫോണിലൂടെയുള്ള ബന്ധങ്ങളായി. അതും പിന്നെയുള്ള ബന്ധങ്ങളൊക്കെ നമുക്കറിയാലോ, അത്രത്തോളം ആഴമായ ബന്ധമല്ല, പക്ഷെ ആഴമായ ഒരു ബന്ധമുണ്ട് കേട്ടോ. അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ഒരിക്കലും ആരെല്ലാം ഉപേക്ഷിച്ചു പോയാലും, ആരെല്ലാം കൈവിട്ടാലും കൈവിടാതെ ഗിരീതോട്ടിന്റെ അരികിൽ നമ്മെ തേടിയെത്തുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നമ്മുടെ ഒരു അവസ്ഥ അറിഞ്ഞുകൊണ്ട് ഇടപെടുന്ന ദൈവം. എന്താ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം? ഒറ്റ കാര്യമുണ്ട്. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ആഹാബിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് നിൽക്കുമ്പോൾ ഇനി അവൻ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് ആഹാബിനറിയില്ല, പക്ഷെ കർത്താവിനറിയാം. അമ്മേ, നീ നിൽക്കുന്ന പ്രദേശത്ത് നിനക്കെന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് നമുക്കറിയില്ലെങ്കിലും അത് നമ്മുടെ കർത്താവിനറിയാം. ആ അറിയുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നിരിക്കുക. ആഹാവിനോട് പറഞ്ഞു, അമ്മ നീ എന്ത് ചെയ്യണം? കെരീത് തൊട്ടിൽ പോയിരിക്കണം, കാക്കിയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. കൽപ്പിക്കാമെന്നല്ല പറയുന്നത്. അതുകൊണ്ട് ഒരു പ്രദേശത്ത് നീ ആക്കി വെക്കുമ്പോൾ, ഒരു കാര്യത്തിന് വേണ്ടി നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ സർവശക്തനായ ദൈവം മതിയായവനാ. എങ്ങനെ എന്നൊരു ചോദ്യത്തിന് മറുപടി ഒറ്റയുള്ളൂ. അവൻ നീ ആ കാര്യങ്ങൾക്ക് വേണ്ടി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു ദേശത്ത് നിൽക്കുമ്പോ അവിടെ വേണ്ടതെല്ലാം സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മറന്നു പോകണ്ട. ഹല്ലേലൂയ. ആ അനുഭവങ്ങൾ, അനേക കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അതിനോട് ബന്ധപ്പെട്ട്. ഞങ്ങളുടെ എല്ലാം ജീവിതത്തിന്റെ അകത്ത് കോവിഡ് കാലത്തൊക്കെ എങ്ങനെ പോറ്റി പുലർത്തി, പിന്നീട് അവിടെ നിന്നാണ് അപ്പന്റെ മരണം, അമ്മയുടെ മരണം, അതെല്ലാം കഴിഞ്ഞ ശേഷം 3 ചെറിയ കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട് ഈ കർത്താവിന്റെ വേലയിൽ ഒരു സഭയുണ്ട്. ആ സഭയിൽ നിന്ന് ലഭിക്കപ്പെട്ടിരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അന്നും ഞങ്ങൾക്ക് തുച്ഛമായ ഒരു എമൗണ്ടാ. ഞങ്ങൾ ആരോടും അതൊന്നും പറയാറില്ല. പക്ഷെ അവിടുന്ന് ദൈവം വർദ്ധിപ്പിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അമ്മയുടെ മരണം, കാരണം അമ്മ ഉണ്ടായിരുന്ന സമയത്ത് 11,000 രൂപ അമ്മയ്ക്ക് ഫാമിലി പെൻഷൻ കിട്ടി, അതങ്ങ് നിന്നു, ഇനിയില്ല. പക്ഷെ അന്ന് എങ്ങനെ ജീവിച്ചോ അതിനേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം അവസരമൊരുക്കി. ഞങ്ങളുടെ ഒരു കാര്യത്തിന് പോലും, ഞങ്ങളുടെ ഒരു വിദ്യാഭ്യാസത്തിന് മേലും മുടക്കം വരാതെ വണ്ണം ദൈവം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒന്നേ ഉള്ളൂ, ദൈവം നമ്മെ മറന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നിശ്ചയമായി നമ്മളല്ലേ ദൈവത്തെ മറന്നു പോകുന്നത്, അല്ലേ? നിശ്ചയമായിട്ട് മറക്കരുത് കർത്താവിനെ. ദൈവത്തെ മറക്കാതെ ദൈവത്തോട് ഈ ദേശത്ത് നാം വിശ്വസ്തയോടെ നിൽക്കാൻ നാം തയ്യാറായാൽ നമ്മെ കാക്കുന്നൊരു ദൈവമുണ്ട്. ഏലിയാവിന്റെ കെരീത് തോട്ടിന്റെ അവിടത്തെ ദൈവപ്രവൃത്തി നിന്നു. പക്ഷെ അവിടത്തെ കാക്കയുടെ വരവ് നിൽക്കുന്നതിന് മുമ്പ് അവൻ സറാഫാത്തിൽ വിധവിയോടും കൽപ്പിച്ചൊരു ദൈവമുണ്ട്, അല്ലെ? നിനക്ക് വിശ്വസിക്കാൻ പറ്റും. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഞാൻ ആ ഭാഗം ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട്, കർത്താവേ, ഏലിയാവ് ചെന്ന് കയറിയ വീട് സമ്പന്നമായിരുന്ന വീടല്ല. സമ്പന്നമായ വീടായിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഓ ഇവിടെ എന്നെ പോറ്റാൻ പറ്റിയ ഒരു കുടുംബം ഉണ്ട് എന്ന് പറഞ്ഞേനെ. പക്ഷെ ചെന്നപ്പോഴോ 2 വിറകെടുത്ത് കൊണ്ട് അവൻ ഒരാൾക്ക് പോലും ഒരു അട എക്സ്ട്രാ കൊടുക്കാൻ, കൂടുതൽ കൊടുക്കാൻ ഇല്ലാതെ മരിക്കാൻ തീരുമാനിച്ച കുടുംബത്തിലേക്ക് ദൈവം പറഞ്ഞു വിട്ടെ. നമ്മൾ വിചാരിക്കും, അയ്യോ ഈ ദേശം വരേണ്ടതാണല്ലോ കർത്താവേ, ഇവിടെ വലിയ പ്രശ്നമാണല്ലോ. ഒന്നുമല്ലെന്നേ. അവിടെ പറഞ്ഞു വിടുമ്പോ വിശ്വാസത്തോടെ ചിലത് കാണാനുള്ള കാഴ്ച എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചില വിടുതലുകൾ നടക്കുമെന്ന് കർത്താവ് നമ്മളോട് പറയുക, അല്ലെ? അവിടെ ചെന്നിട്ട് ആ സ്ത്രീ പറഞ്ഞ എങ്ങനെയാ, ഞങ്ങൾ ഈ അടയുണ്ടാക്കി തിന്ന് ഞാനും മകനും മരിക്കാനിരിക്കുക. എലിയാവിനോട് പറഞ്ഞു ഞങ്ങൾ മരിക്കാനിരിക്കുക. എലിയാവിന് ആ വാക്കല്ല എലിയാവ് കേട്ടത്, തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട സർവശക്തനായ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ വീട്ടിന്റെ അകത്ത് നിന്നെ പോറ്റേണ്ടതിന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവം എന്താണോ കൽപ്പിച്ചത് അതേ നടക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ കയറി ചെല്ലുന്ന സാഹചര്യങ്ങളല്ല നമ്മെ ഭരിക്കേണ്ടത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന കാര്യങ്ങളല്ല നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടത്. നമ്മെ പറഞ്ഞു വിട്ടതാരോ, അതാണല്ലോ കർമ്മേലിന്റെ മലമുകളിൽ ഇരിക്കുമ്പോൾ ഏലിയാവ് പറഞ്ഞത്. ഒന്നും കാണുന്നില്ല എന്നുള്ള കാര്യം ബാലികനും എന്ന് പറയുമ്പോൾ പറഞ്ഞു, ഒരു മഴയുടെ മുഴക്കം കേട്ടിട്ടാണ് ഞാനിരിക്കുന്നത്, അതുകൊണ്ട് ആ മഴ ഇവിടെ പെയ്തേ മതിയാകൂ, അതിനാവശ്യമായ ഒരു കൈയോളമുള്ള മേഘമുയർത്താൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ കേട്ടിരിക്കുന്ന, ദൈവവചനം
വചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ, നിങ്ങൾ കേട്ടത് ദൈവത്തിന്റെ നിന്നുള്ള ആലോചനയാണെങ്കിൽ അത് നിവർത്തിക്കാൻ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ. നിന്റെ കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ആരെല്ലാം ഇല്ല എന്ന് പറഞ്ഞാലോ ഉവെന്ന് പറഞ്ഞവൻ വിശ്വസനായ ദൈവമാകിയാൽ അത് നിറവേറ്റി തരിക തന്നെ ചെയ്യും. കൺമുമ്പിൽ നീ കേട്ടത് പെയ്തിറങ്ങുന്ന മഴ പോലെ കാണുവാൻ, അതിന്റെ ജീവിതത്തെ വരണ്ടു കിടക്കുന്ന ജീവിതത്തെ അനുഭവങ്ങളെ ഏറ്റവും കുളിർപ്പും സമാധാനമുള്ള ഒരു ജീവിതം തരുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവരാകണം. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. കർത്താവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന ദൈവത്തിന്റെ വചനപ്രകാരം അവൻ ആ കർത്താവിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരിക്കലും കൈവിടാതെ പ്രാർത്ഥിക്കുക. ഞാൻ അടിവരയിട്ടെന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞത് ഇങ്ങനെയാണ്. എൻ്റെ അപ്പൻ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പപ്പ ദൈവത്തെ അറിഞ്ഞ് പിന്മാറിപ്പോയവനാണ്. ഈ വലക്കകത്ത് പെട്ടെങ്കിൽ നിശ്ചയമായും ദൈവം നിന്നെ തിരിച്ചു പിടിക്കും. ദൈവം കൈവിടത്തില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകാൻ ഇടവരാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോ ഒരു മറുപടി നിങ്ങൾ എനിക്ക് തരുമായിരിക്കും. ദിവസനെ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചിട്ട് എല്ലാത്തിനും മറുപടി കിട്ടുന്നില്ല. ഞാൻ പറയുന്നു, എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി ഇല്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. കാരണം പ്രാർത്ഥിക്കുന്നതിന് മറുപടി ഇല്ലെങ്കിൽ പിന്നെ എന്തിനു പ്രാർത്ഥിക്കണം? അതുകൊണ്ട് ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? ഏലിയാവിനെ തന്നെ പറയാം. ചൂരച്ചെടി ചൂട്ടി കടന്നല്ലോ അല്ലെ, എന്നിട്ട് പ്രാർത്ഥിച്ചു, മറുപടി കൊടുത്തോ? മതി യഹോവേ മതി, ഇപ്പോ മരിച്ചാ മതി എന്ന തീരുമാനമെടുത്ത മനുഷ്യന് മറുപടി കൊടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഏലിയാവിന്റെ അവസാന സമയം എന്ന് കാണണം. അഗ്നിമയമായ രഥങ്ങൾ വന്ന് ചുഴലിക്കാറ്റ് താൻ സ്വർഗത്തിലേക്ക് ഉടലോട് എടുക്കപ്പെടുന്ന ആ അനുഭവത്തിൽ ഒന്ന് ചോദിച്ചേ, എലിയാവേ, അന്ന് ആ ചൂരച്ചെടി ചൂണ്ടിൽ കിടന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നിരുന്നെങ്കിൽ ഈ അനുഭവം നിനക്കുണ്ടാകുമോ? അല്ലെ? അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതെ പോകുന്നതിന്റെ കാരണം പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, നാം ചോദിച്ചതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി നമ്മെ നടത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് ചില പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കുന്നത്. അതുകൊണ്ട് ദൈവസഭയെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, മറുപടി ഇല്ലെന്ന് വിശ്വസിക്കേണ്ട. ദൈവം നിശ്ചയമായിട്ടും മറുപടി തന്നിരിക്കും. അത് നാം ചോദിക്കുന്നതിനേക്കാൾ അത്യന്തപരമായ മറുപടിയാ. പുത്രന് പ്രാർത്ഥിച്ചല്ലോ പുതിയ നിയമത്തില്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും മറുപടി കൊടുത്തില്ല. പക്ഷെ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോ നമ്മൾ വായിക്കുന്നു, സകല നാമത്തിനും മേലായ നാമമായി അവൻ ഉയർത്തിയെന്ന്. അതുകൊണ്ട് ചില പ്രാർത്ഥനകൾക്കൊന്നും മറുപടി കിട്ടാതിരിക്കുമ്പോ ഇന്ന് രാത്രി, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന നീ നിരാശപ്പെടണ്ട. എന്റെ പുറകിൽ എന്താണെന്നറിയാമോ? ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നേക്കാൾ വലിയ കാര്യങ്ങളെ ചെയ്യാനുണ്ടെന്നുള്ളതാ ആ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രാർത്ഥന കേൾക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പുത്രൻ പ്രത്യക്ഷനായത് സാത്താന്റെ പ്രവൃത്തികളെ അടിപ്പാനാണ്. നിശ്ചയമായും ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നിങ്ങളെ അലട്ടുന്ന, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നുവെന്ന ദൈവത്തിന്റെ വചനത്താലും ദൈവം നിങ്ങളെ ഇന്ന് പകൽ പൂർണ്ണമായി വിടുതൽ നൽകുക. ദൈവസന്നിധിയിൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. വിശ്വസിക്കാൻ പറ്റുമോ? നിശ്ചയമായിട്ടും വിശ്വസിക്കുക. അതേ നമുക്ക് ചെയ്യാനുള്ളൂ അല്ലെ? ലേഖനം 4-ാം അധ്യായം പഠിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. കേട്ട വചനം അവർക്ക് വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് അതവർക്ക് പ്രയോജനമായില്ല എന്നല്ലേ? അതുകൊണ്ട് ഇത് പ്രയോജനപ്പെടണമെങ്കിൽ ക്രൂശിലെ വചനം ദൈവശക്തിയായി മാറണമെങ്കിൽ, ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നിശ്ചയമായിട്ടും വിശ്വസിക്കുക. ഒരൊറ്റ വാക്ക് യാഗോസിനോട് പറഞ്ഞ പോലെ ഭയപ്പെടാതെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒന്നിനെയും ഭയപ്പെടരുത് കേട്ടോ, ഒന്നിനെയും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ അപ്പനെ അമ്മയെ ഭയപ്പെടേണ്ടതല്ല ഞാൻ പറഞ്ഞത്. സാത്താന്റെ ഒരു പ്രവർത്തനങ്ങളെയും ഭയപ്പെടാതെ കൊണ്ട് വിശ്വസിക്കുക. ദൈവം വിശ്വസനാണ്. ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. ഈ അവസരം ഒരുക്കി തന്ന കർത്താവൻ ഡാനിയൽ ജോൺ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ, പ്രവർത്തനങ്ങളെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും, എല്ലാ നല്ലവരായ സഹോദരി സഹോദരന്മാർക്കും ഞങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിശ്ചയമായും യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് വെളിച്ചമാണ്, ഇരുളവിടെ മാറിപ്പോകും. പുതിയ പ്രവർത്തനങ്ങൾ, പുതിയ പ്രവർത്തികൾ, പുതിയ നാമ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പാടും ശൂന്യമായ ഭൂമിയിൽ വെളിച്ചമുണ്ടായിട്ടാണ് ബാക്കിയെല്ലാം ഉണ്ടായെങ്കിൽ ക്രിസ്തു എന്ന വെളിച്ചം നിങ്ങളിലേക്ക് ഉണ്ടാകുമ്പോൾ, നിങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാം ഉളവാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ ഏകജാതനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അടുത്തു വരികയാണ്. ഈ സമയം വരെയും അവിടുത്തെ വചനവുമായി നിൽക്കാനുള്ള കൃപ നൽകിയല്ലോ കർത്താവേ. അവിടുന്ന് ഞങ്ങളെ വിടുവിച്ചതിനായ സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് പകരമായി എന്നേക്കും ഒരു യാഗമായതിനായ സ്തോത്രം.
രക്തത്താൽ ഞങ്ങളെ ഇന്ന് പകല് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കർത്താവിനെ അറിയാതെ കർത്താവിന്റെ ആമേൻ സ്തോത്രം ആമേൻ സത്യവചനത്തെ വിശ്വസിക്കാൻ കഴിയാതിരിക്കുന്നെങ്കിൽ കർത്താവ് അവരോട് അങ്ങോട്ട് ഇടപെടുമാറാകണമേ. അവിടുന്ന് ഏക സത്യ ദൈവമെന്നും ആമേൻ അവിടുന്ന് ജീവിക്കുന്ന ദൈവമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ കുടുംബമായി ദൈവത്തിൽ ആനന്ദിക്കാൻ അവർക്ക് ഒരുക്കുന്ന അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവിധ നന്മ കൊണ്ട് നിറയ്ക്കണം. സാത്താന്റെ പ്രവൃത്തികളിൽ നിന്നൊക്കെ വിടുവിച്ചുകൊണ്ട് നിത്യതയിൽ അവകാശമായി തീരേണ്ടതിന് കർത്താവിന്റെ വരവെങ്കിൽ വിശുദ്ധിയോടെ എടുക്കപ്പെടേണ്ടതിനായി എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവിന്റെ ദാസനെയും തന്റെ പ്രവർത്തനങ്ങളെയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് നിങ്ങൾ സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ സമാധാനം ഓരോ വ്യക്തിയുടെ മേലും പകരണം. പരിശുദ്ധാത്മാവിന്റെ സന്തോഷം പകരുമാറാകണം. മഹത്വങ്ങയ്ക്ക് കൃപ തോന്നി പ്രാർത്ഥന കേൾക്കണം. ഞങ്ങൾക്കായി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അജീഷ് ജോസഫ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഒരു വ്യക്തിയെ കണ്ടു എങ്കിൽ ആ വ്യക്തിയെ തിരഞ്ഞെടുക്കും. ആ തിരഞ്ഞെടുപ്പിന് ചില പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും. ആ പ്രോസസ്സുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് സങ്കീർണമായ ചില പ്രോസസ്സുകളായിരിക്കും. ആ ഒരു അനുഭവത്തിലൂടെ ആ വ്യക്തിയെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവിന് പദ്ധതിയുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും ദൈവം അങ്ങനെ ചെയ്തിരിക്കുക തന്നെ ചെയ്യും. പ്രിയ അജീഷ് പാസ്റ്റർ കടന്നു വന്ന ആ നല്ല അനുഭവങ്ങൾ അല്പം വേദനാജനകമായ അനുഭവങ്ങൾ കൂടിയാണെങ്കിൽ പോലും ദൈവം അതിൽ പ്രസാദിപ്പാൻ ഇടയായി തീർന്നു. കോട്ടയത്ത് നിന്നും തൃശ്ശൂർ ഭാരതപ്പുഴയുടെ തീരത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. തീർച്ചയായിട്ടും ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് ചെങ്കടൽ കടത്തി കർത്താവ് കൊണ്ടുവന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് നാം നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ടും വലിയ ദൈവപ്രവൃത്തി നമ്മിലൂടെ ദൈവം ചെയ്യുവാൻ ഇടയായിത്തീരും. ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണ് ജീവിതം ആരംഭിച്ചതെങ്കിൽ, ഒരു ഫോട്ടോഗ്രാഫറായിട്ടാണ് ഉപജീവന മാർഗത്തിന് വേണ്ടി വഴി കണ്ടെത്തിയതെങ്കിൽ, അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു മനുഷ്യനാക്കി തീർക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരം ഉള്ള പദ്ധതിയിലേക്ക് ദൈവം കൊണ്ടുവരുവാനിടയായി തീർന്നു. ആ അനുഭവങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. പ്രത്യേകിച്ച് വാത്സല്യ പിതാവ് ബോൺ ക്യാൻസർ എന്ന അതീവ ഗുരുതരമായ രോഗത്തിന് വിധേയപ്പെട്ട് മരണം നിശ്ചയിക്കപ്പെട്ട് വീട്ടിൽ കിടക്കുമ്പോൾ ദൈവം ആ ഭവനത്തിൽ കയറി വരുന്ന ഒരു അനുഭവം അവിടെ കാണുന്നു. യേശു ഒരു വീട്ടിൽ വന്നാൽ ആ വീട്ടിന് രക്ഷയാണ്. യേശു ഏതൊരു ഭവനത്തിൽ വരുന്നുവോ ആ ഭവനത്തിന് എല്ലാ അർത്ഥത്തിലും ഒരു വിടുതൽ ഉണ്ടാകുവാൻ ഇടയായിത്തീരും. ഒരുപക്ഷെങ്കിൽ ആ ബോൺ ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു രോഗം കർത്താവിന് ആ വീട്ടിൽ വരുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വഴി മാത്രമാണ്. കർത്താവിന് ആ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഉണ്ടാക്കിയ ഒരു വാതിൽ മാത്രമാണ്. ആ ഒരു വാതിലിൽ കൂടി, ആ ഒരു മുഖാന്തരത്തിൽ കൂടി ആണ് യേശു ആ ഭവനത്തിൽ വന്നത്. അങ്ങനെ ഒരു വാതിൽ അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് അജീഷ് ജോസഫ് എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനൊരു സാക്ഷ്യം പറയുവാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകുമായിരുന്നില്ല. സ്തോത്രം. നിശ്ചയമായിട്ടും വാത്സല്യ പിതാവിന് 5 ദിവസമോ 10 ദിവസമോ വൈദ്യശാസ്ത്രം ദിവസം നിശ്ചയിച്ചു എങ്കിൽ സ്വർഗത്തിലെ ദൈവം അത് വർഷങ്ങളിലേക്ക് മാറ്റുവാനിടയായി തീർന്നു. ആ ഒരു വ്യക്തിയെ മാത്രമല്ല, ആ ഒരു കുടുംബത്തെ മുഴുവനും കർത്താവിന് വേണ്ടി ദൈവം വേർതിരിക്കുവാനിടയായി തീർന്നു. അതുമാത്രമല്ല, അത് മുഖാന്തരം അനേക പ്രിയപ്പെട്ടവർ ഇന്ന് ആ ദേശത്ത് ആ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തു. അതാണ് ദൈവത്തിൻ്റെ മഹാപദ്ധതി. സ്തോത്രം. ഒരു വിത്ത് കുഴിച്ചിടുമ്പോൾ ആ ഒരു ചെടിയോ അല്ലെ ആ ഒരു വൃക്ഷത്തിൻ്റെ ഒരു ഫലമോ മാത്രം അനുഭവിക്കുക എന്നുള്ളതല്ല, അതിലൂടെ അനേക വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഒരു കർഷകൻ്റെ താല്പര്യം. നിശ്ചയമായിട്ടും ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്താൽ അതിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത്
അനേക നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്ന ചില വൃക്ഷങ്ങൾ ആ ദേശത്ത് പടർന്ന് പന്തലിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതെ, ഇന്ന് ആ കുടുംബത്തെ ദൈവം ആ ഒരു നിലയിൽ തിരഞ്ഞെടുത്തു, ആ ദേശത്ത് നട്ടു, ആ ദേശത്ത് ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള സാക്ഷ്യം കേൾക്കാൻ കഴിഞ്ഞു. നിശ്ചയമായിട്ടും ഇനിയും അനേക പ്രിയപ്പെട്ടവർ ആ ദേശത്ത് ചുറ്റുപാടുകളിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ മുഖാന്തരമായി തീരേണ്ടതിന് കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ആ ദേശത്ത് ശക്തമായി ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങൾക്കേവർക്കും ഈ ജീവിതാനുഭവം സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു എന്ന് തന്നെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു പക്ഷേ കേൾവിക്കാരിൽ പല പ്രിയപ്പെട്ടവർക്കും സമാനതകളില്ലാത്ത അല്ലെങ്കിൽ സമാനമായ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടാവാം. യേശു നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുവാൻ ഒരു വഴിയായി, ഒരു മുഖാന്തരമായി നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ മാറ്റുന്നുവെങ്കിൽ, അതിനെ അംഗീകരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ കർത്താവ് ആ ഭവനത്തിൽ വരുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായിത്തീരും. തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ ഏത് ഭവനത്തിൽ യേശു കർത്താവ് കയറിയിട്ടുണ്ടോ ആ വീടിന് രക്ഷ വന്നിട്ടുണ്ട്. സ്തോത്രം. ആകയാൽ ദൈവമായ കർത്താവ് നിങ്ങൾക്കും ഈ കേൾവി ഒരു അനുഗ്രഹമാക്കി തീർക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസനോടും കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തട്ടെ. കർത്താവിനുണ്ട് ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് പ്രത്യേക ഞങ്ങൾ പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ സംബന്ധിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടൂ. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തകളുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.